നിങ്ങൾക്ക് എല്ലാവർക്കും പുതിയൊരു എക്സ്പീരിയൻസ് ആയിരിക്കും ഇത് അല്ലെ. കോളേജൊക്കെ കഴിഞ്ഞ് നമ്മൾ ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് കുറച്ച് ഗ്യാപ്പ് ഒക്കെ കഴിഞ്ഞിട്ടായിരിക്കും നമുക്ക് ഇങ്ങനെ ഒരു ഇതില് പഠിത്തം കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടാവുക. അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാവരും ഇപ്പൊ ആകെ 2-3 പേരൊക്കെ ക്യാമറ ഓൺ ആക്കിയിട്ടുള്ളൂ. എല്ലാവരും ക്യാമറ ഓൺ ആക്കിക്കേ. നമുക്ക് പരസ്പരം കാണാനും ഒരു കണക്ഷൻ ഒക്കെ ബിൽഡ് ചെയ്യാനും പറ്റിയ ഒരു ഓറിയന്റേഷൻ പ്രോഗ്രാം ആണിത്. അപ്പോൾ ഇന്നത്തെ സെഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫസ്റ്റ് സെഷൻ ഒരു ഇൻട്രൊഡക്ഷന്റെ സെഷൻ ആണല്ലേ. നമ്മൾ പരസ്പരം ഒന്ന് അറിയാനും ഒരു കുറച്ച് ഫൺ ആൻഡ് ഗെയിംസ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു സെഷൻ ആണ്. സോ ആദ്യം ഞാൻ എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. എന്റെ പേര് വൈഷ്ണവി. ഞാൻ ലേൺ വൈസിൽ സൈക്കോളജി മെന്റർ ആണ്. എന്നെ കുറെ പേർക്കൊക്കെ അറിയുന്നുണ്ടാകും. നമ്മുടെ കൂടെ കുറച്ച് മെന്റേഴ്സും ഉണ്ട്. സോ നിങ്ങളുടെ ഈ ഒരു സെഷൻ ലീഡ് ചെയ്യാനായിട്ട് ഞാൻ അക്ഷര മാമിനെ ഇൻവൈറ്റ് ചെയ്യാണ്. അക്ഷര, ഓവർ ടു യു. അപ്പോ ഓറിയന്റേഷൻ ഒരു ബേസിക് ആയിട്ടുള്ള ഒരു നോളജ് നിങ്ങൾക്ക് ഇന്ന് സെഷൻ 1 ആയതുകൊണ്ട് തന്നെ അതിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ പോലെ ഞാനൊന്ന് പറഞ്ഞുതരാം. ഇന്ന് ഡേ 1 ആണ്. സേ ഹലോ ടു ആണ്. ഇത് ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ സെഷൻ ആണ്. അതായത് നമ്മളെ ബാച്ച്മേറ്റ്സിനെയും നമ്മുടെ ഈ ഒരു മെന്റേഴ്സിനെയും ഒക്കെ ഒന്ന് പരിചയപ്പെടുക. അതുപോലെ നിങ്ങൾ എല്ലാരെയും ഒരു എന്താ പറയാ ഒരു ഓൺലൈൻ സെഷൻ അല്ലെങ്കിൽ ഒരു ഓൺലൈൻ എഡ്യൂക്കേഷന്റെ അപ്പുറത്തോട്ടേക്ക് ഒരു ഇന്ററാക്ഷൻ ഒക്കെ വെച്ചിട്ട് നമുക്കൊരു ഭയങ്കര ഒരു എക്സൈറ്റ്മെന്റ് ആയിട്ട് നമ്മൾ നടത്തുന്ന ഒരു സെഷൻ ആണ് ഈ ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ സേ ഹലോ ടു സെഷൻ. അപ്പോ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും, മെന്റേഴ്സ് ഒക്കെ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടാവും, ഇതൊരു 10 days ആയിട്ട് നടന്നു പോകുന്ന ഒരു സെഷൻ ആണ്. അപ്പൊ ഇന്ന് ഡേ 1 ആണ്. അപ്പൊ ഈ ഡേ 1 നിങ്ങൾ എന്താ പറയാ ഒരു 8ാമത്തെ സെഷൻ അല്ലെങ്കിൽ 8.0 എന്നുള്ള ഒരു പേരാണ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുക, ഓറിയന്റേഷൻ 8. അപ്പോ ഇത് 8th ഓറിയന്റേഷൻ സെഷൻ ആണ്. അതായത് ഇത് മുമ്പേ ലേൺ വൈസ് 8ാമത്തെ ബാച്ച് ആണ് നിങ്ങൾ. അപ്പോ ഇതിനു മുമ്പേ കടന്നുപോയ 7 ബാച്ചിന്റെയും ഓറിയന്റേഷനും അവരുടെ ഒരു സ്റ്റഡീസ് ഒക്കെ ഗ്രാജുവലി ഇപ്പോ ഒരു ഓൺ പ്രോഗ്രസ് ആണ്. അപ്പോ നിങ്ങൾ 8ാമത്തെ ബാച്ച് ആയതുകൊണ്ട് തന്നെ അപ്പോ നിങ്ങളുടെ ഇന്നത്തെ ഫസ്റ്റ് സെഷനിൽ നിങ്ങൾ ഓരോരുത്തരെയും ഞാൻ ഇൻവൈറ്റ് ചെയ്യാണ്. എല്ലാവരും ഒന്ന് ക്യാമറ ഒക്കെ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടെ പരിപാടികൾ നമുക്ക് കുറച്ചുകൂടി ഉഷാറാക്കാം. അപ്പോ ഇന്ന് പ്രത്യേകിച്ച് സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യങ്ങളോ അല്ലെങ്കിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അങ്ങനെ ഒരു കാര്യങ്ങളോ അല്ല ഡിസ്കസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആവണമെങ്കിൽ നിങ്ങളൊക്കെ ക്യാമറയും എല്ലാം ഒരു ഇന്ററാക്ഷൻ ഒക്കെ മൈക്കൊക്കെ ഓൺ ചെയ്ത് ഒന്ന് നല്ല രീതിയിൽ ഒന്ന് ഇന്ററാക്ട് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടെ നമുക്ക് ഈ സെഷൻ ബെറ്റർ ആക്കാം. അപ്പോ ഇന്നത്തെ ഈ ഒരു ഓറിയന്റേഷൻ സെഷനിൽ ആ ഒരു ലോഗോവും കാര്യങ്ങളൊക്കെ കണ്ടപ്പോ ഒരു തീം നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും. ഓക്കെ, അങ്ങനെ കോള് നമ്മുടെ ക്യാം ഓൺ ആക്കാൻ പറ്റാത്ത ആൾക്കാര് കുഴപ്പമില്ല, അവര് ഓൺ ചെയ്തിട്ട് നമ്മൾ പറയുന്ന സമയത്ത് നല്ല രീതിയിൽ ഒന്ന് ഇന്ററാക്ട് ചെയ്താലും മതി. ഓക്കെ, അപ്പൊ നമ്മുടെ ഈ ഒരു തീം ലോഗോ ഒക്കെ തന്ന സമയത്ത് അതിന്റെ താഴെയായിട്ട് 3 വേർഡ്സ് എഴുതിയിട്ടുണ്ടാവും. അത് അതിൽ ശ്രദ്ധിച്ചായിരുന്നോ? അപ്പൊ ഞാൻ എന്നാലും അതിനെ പറ്റിയിട്ടും കൂടെ പറയാം. നമ്മൾ ഒരു 3 വേർഡ്സ് അവിടെ കൊടുത്തിട്ടുണ്ട്. അതായത് ഡിസ്കവർ, ലേൺ, അച്ചീവ് എന്ന് പറഞ്ഞ 3 വേർഡ്സ് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഒരു വലിയൊരു കാര്യത്തിനെയാണ് ഈ ഒരു 3 ലൈൻ ആയിട്ട് നമ്മൾ ചുരുക്കി പറഞ്ഞത്. ഒന്നാമതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസ്കവർ. അതായത് നമ്മളിപ്പോ പല ചിലപ്പോൾ നമ്മൾ കുറെ വർഷങ്ങളായിട്ട് പഠിത്തമൊക്കെ നിർത്തി ആ ഒരു ഗ്യാപ്പിലൊക്കെ വന്നിട്ടുള്ള ആൾക്കാരായിരിക്കും. അപ്പൊ നമുക്ക് ഉള്ളിൽ പല കാര്യങ്ങളും ഒളിഞ്ഞു കിടക്കുന്നുണ്ട്. അതായത് നമുക്ക് പലതരം കപ്പാസിറ്റി ഉണ്ടാവും, നല്ല നല്ല പൊട്ടൻഷ്യൽ ഉള്ള ആൾക്കാരായിരിക്കും നമ്മൾ. പക്ഷെ നമ്മൾ പല സാഹചര്യങ്ങൾ കാരണം പഠിത്തം നിർത്തേണ്ടി വന്നത് അല്ലെങ്കിൽ പകുതിയിലായിപ്പോയ ഒരു സിറ്റുവേഷൻ ആയിരിക്കും പലർക്കും ഉണ്ടാവും. അപ്പൊ നമ്മളുള്ള ആൾക്കാരാണ് ഇവിടെ വന്നിട്ട് നമുക്ക് ഒരു ഓൺലൈൻ എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് ചൂസ് ചെയ്യുന്നത്. ഒരു 90% ആൾക്കാരും അങ്ങനെയാണ് ഉണ്ടാവുക. അപ്പോ നിങ്ങളുടെ പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു ഇന്നർ ടാലന്റ് അത് ഡിസ്കവർ ചെയ്യാനും അതുപോലെ ലേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോ ഞാൻ ഓൾറെഡി പറഞ്ഞതുപോലെ തന്നെ ഒരുപാട് ഏജ് കാറ്റഗറി ഓഫ് ആൾക്കാർ ഇവിടെ ജോയിൻ ചെയ്യുന്നുണ്ട്. അപ്പോ എല്ലാ ഏജ് കാറ്റഗറിയും, ഏജ് ജസ്റ്റ് നമ്പർ എന്നാണ്. അതായത് ഒരാൾ ജനിച്ച് അല്ലെങ്കിൽ ഒരാൾ ഇങ്ങനെ വളർന്ന് അഡൾട്ട് ആയി, ഇപ്പൊ നമ്മളൊക്കെ പല ഏജിലുള്ള ആൾക്കാരായിരിക്കും. പക്ഷെ എല്ലാവരെയും ഒരേ കൊടക്കീഴിൽ കൊണ്ടുവന്ന് ഏജ് ഇസ് ജസ്റ്റ് എ നമ്പർ. അതായത് ലൈഫ് ലോങ് ജേർണിയിൽ നമ്മുടെ ഈ ഒരു എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ ഈ ഒരു ലേണിംഗ് എല്ലാ കാര്യങ്ങളും പുതിയതായിട്ട് നമ്മൾ പഠിച്ചുകൊണ്ടേയിരിക്കും. നമ്മൾ ജീവിതം എന്താ പറയാ നമ്മൾ ഡെപ്തിലോട്ടേക്ക് അടുക്കും തോറും നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ഓരോ കാര്യങ്ങൾ ഡെയിലി ഓരോ കാര്യങ്ങൾ കോൺഷ്യസ്ലി അല്ലെങ്കിൽ അൺകോൺഷ്യസ്ലി നമ്മൾ പഠിക്കുന്നുണ്ടാവും. അപ്പോ അതാണ് ലേൺ. പിന്നെ എന്നുള്ളത് അച്ചീവ്. അതായത് നമ്മളിപ്പോ ഈ ഒരു ഡിഗ്രി അല്ലെങ്കിൽ ഈ ഒരു BA സൈക്കോളജി എന്നുള്ളത് നമുക്ക് പലർക്കും പല ഗോൾസ് ആയിരിക്കും, അതായത് നമ്മൾ ഓരോ ഡ്രീംസ് ആയിരിക്കും ഉണ്ടാവുക. ചില ആൾക്കാർക്ക് ഒരു കരിയറിൽ ഒരു അച്ചീവ്മെന്റ് ഉണ്ടാക്കണം, അല്ലെങ്കിൽ നമുക്കൊരു BA സൈക്കോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ പണ്ട് ആ ഒരു പഠിക്കുന്ന സമയത്ത് നമുക്ക് എടുക്കാൻ പറ്റാത്ത ഒരു കാര്യം അല്ലെങ്കിൽ നമുക്കൊരു ഗോൾ ആയിരിക്കും അത്. അപ്പൊ ആ ഒരു ഗോള് അല്ലെങ്കിൽ നിങ്ങൾ ഉണ്ടാക്കിയ ഒരു ഗോള് അല്ലെങ്കിൽ നിങ്ങൾ ഒരു ഡ്രീം അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട്
നമ്മൾ ഈ ഒരു ടീം, അതായത് നമ്മൾ AC ആയിക്കോട്ടെ, മെന്റേഴ്സ് ആയിക്കോട്ടെ, അതൊക്കെ നിങ്ങളെ ഡിസ്കവർ ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങളുടെ ഇന്നർ ആയിട്ടുള്ള പൊട്ടൻഷ്യൽ ഡിസ്കവർ ചെയ്യുക, നിങ്ങളുടെ ഈ ഒരു ലൈഫ് അല്ലെങ്കിൽ ഈ ഒരു ലേണിംഗ് ജേർണിയിൽ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഡ്രീം എന്താണോ അത് ഇന്നു മുതൽ നിങ്ങൾ ഒരു പുതിയ ഒരു എന്താ പറയുക, നിങ്ങൾ ഒരു എഡ്യൂക്കേഷൻ ജേർണിയിലേക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ ആ ഒരു ജേർണിയിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുക. അതാണ് ഈ ഒരു 3 വേർഡ്സ്, അല്ലെങ്കിൽ ഇത്രയും വലിയൊരു ടീമിനാണ് നമ്മൾ ഒരു 3 വേർഡ്സ് ആക്കി ചുരുക്കി. അപ്പൊ ഞാൻ അധികം ഒന്ന് ഒരു ഭയങ്കര രീതിയിൽ എക്സ്പാൻഡ് ഒന്നും ചെയ്യുന്നില്ല. ഇത് ജസ്റ്റ് ഒരു നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതുകൊണ്ട് ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. അപ്പോ ഓക്കെ, എന്റെ പേര് അക്ഷര. ഇപ്പൊ എന്തായാലും വൈഷ്ണവി മാം പറഞ്ഞതുപോലെ നിങ്ങളെയൊക്കെ നമുക്ക് പരിചയപ്പെടേണ്ടതുണ്ട്. അപ്പോ നിങ്ങളെല്ലാരും ഒന്ന് മൈക്കൊക്കെ തുറന്ന്, അല്ലെങ്കിൽ നിങ്ങളെ ഞാൻ വിളിക്കണോ, ചൂസ് ചെയ്യണോ, ആരെങ്കിലും വോളണ്ടറി ഒന്ന് പരിചയപ്പെടാൻ വരുമോ? പരിചയപ്പെടുന്നതിന്റെ മുന്നേ ഒരു കാര്യം കൂടെ പറയാം. നിങ്ങളുടെ പേര്, പിന്നെ അതുപോലെ നിങ്ങളുടെ സ്ഥലം, ആൻഡ് ഓൾസോ നിങ്ങൾ ഒരു കാര്യം കൂടെ, എന്തായാലും സൈക്കോളജി പഠിക്കുന്ന ആൾക്കാരല്ലേ, നിങ്ങളുടെ ഉള്ളിലുള്ള അല്ലെങ്കിൽ നിങ്ങൾക്ക് ഉള്ള ഒരു സ്ട്രെങ്ത് ഉണ്ടാവില്ല. ഇപ്പൊ എന്റെ സ്ട്രെങ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നല്ലൊരു എക്സ്പോർട്ട് സോഷ്യൽ ആയിട്ടുള്ള ഒരാളാണ്, ഞാൻ നല്ലോണം സംസാരിക്കും. അപ്പോ അങ്ങനെയാണ് എന്റെ സ്ട്രെങ്ത്. അപ്പൊ നിങ്ങൾ ഓരോരുത്തരും നിങ്ങളെ പരിചയപ്പെടുന്ന സമയത്ത് നിങ്ങളുടെ സ്ട്രെങ്ത് എന്താണ്, അതുപോലെ നിങ്ങൾ എന്തുകൊണ്ടാണ് സൈക്കോളജി ചൂസ് ചെയ്യാൻ കാരണം എന്നുള്ളത് കൂടെ പറയണം. ഓക്കെ, അപ്പോ ആരാണ് വോളണ്ടറി ആയിട്ട് ആദ്യമായിട്ട് വരുന്നത്? ആരുമില്ലേ? ഹലോ, ആരാണ്? നിമിഷ. ഓക്കെ, കുറെ ആളുണ്ടോ? ഓക്കെ, ആരെങ്കിലും ഒരാൾ ആദ്യമായിട്ട് ഒന്ന് വരിക കേട്ടോ. അതെന്താണ് അങ്ങനെ? ഞാൻ പറഞ്ഞോട്ടെ? ഓക്കെ, പറഞ്ഞു. അഭിനവ് അല്ലേ? അതെ. ഓക്കെ, അഭിനവ് പറഞ്ഞു. ഓക്കെ, എന്റെ പേര് അഭിനവ്. ഞാൻ ഇപ്പോ പേര്, പിന്നെ എന്റെ സ്ട്രെങ്ത് ലൈക്ക് എക്സ്ട്രോ പ്ലസ് ഇൻട്രോ ആണ്, മിക്സ്ഡ് ആണ്. ആംബിവേർട്ട് എന്ന് പറയാൻ മതി. ആംബിവേർട്ട്, അത് തന്നെ, ആംബിവേർട്ട്. കൈൻഡ് ഓഫ് ലൈക്ക് ദാറ്റ്. വേറെ എന്താ പറയാൻ പറഞ്ഞേ? വേറെ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ് സൈക്കോളജി ചൂസ് ചെയ്യാനുണ്ടായ കാരണം? ഓക്കെ, എനിക്ക് ലൈക്ക് ലൈഫിൽ ഒരു 2 പേരെ ഞാൻ മീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. 2 ഒരാളെ മീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്റെ എക്സ് ഗേൾ ഫ്രണ്ട് ആയിരുന്നു. അപ്പോ അവൾക്ക് എന്താ പറയാ, ഇപ്പൊ മെന്റലി കുറച്ച് ഇഷ്യൂസ് ഉണ്ടായിരുന്നു. അപ്പൊ അവളിൽ നിന്ന് കുറെ കാര്യങ്ങൾ ലൈക്ക് ഈ സൈക്കോളജി പഠിച്ച് അവിടെ നിന്ന് കുറച്ച് ഇൻഫ്ലുവൻസ് ഉണ്ട് എനിക്ക്. എനിക്ക് ശരിക്കും പറഞ്ഞ ഒരു കോൺട്രിബ്യൂഷൻ ആ ഒരു ട്രീറ്റ്മെന്റിലേക്ക് കൊടുക്കാൻ പറ്റിയിട്ടുണ്ട്, ഒന്നും പഠിക്കാണ്ട് തന്നെ. അങ്ങനെയൊക്കെ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ ഇതിനു മുമ്പ് ചെയ്ത ഡിഗ്രിക്ക് മുൻപ് തന്നെ എനിക്ക് സൈക്കോളജി എടുക്കാൻ താല്പര്യം ഉണ്ടായിരുന്നു. പക്ഷെ അന്നേരം അതിന് സ്കോപ്പ് ഇല്ലെന്നുള്ള പേരിൽ ഞാൻ പിന്നെ വേറെ ഇത് നോക്കി പോവായതേ. അത് കഴിഞ്ഞിട്ട് പിന്നെ തിരിച്ചു വന്നിട്ട് ഇത് തന്നെ ഇതിപ്പോ ചൂസ് ചെയ്യുവേ. ഓക്കെ, അപ്പൊ അഭിനവ് ഏതായിരുന്നു സ്ഥലം, എവിടെയായിരുന്നു? ഞാൻ ബാംഗ്ലൂരുള്ള. ഓക്കെ. അപ്പൊ ഇനി അടുത്ത ആള് ഒരു 5 ആൾക്കാരും കൂടെ പരിചയപ്പെട്ടതിന് ശേഷം നമുക്കൊരു ഗെയിം ഒക്കെ കളിച്ചിട്ട് ഒന്നുകൂടെ ഒന്ന് ഉഷാറാക്കിയിട്ട് ബാക്കിയുള്ള ആൾക്കാരെ നമുക്ക് പരിചയപ്പെടാം. അപ്പൊ വേറെ 2-3 പേര് നേരത്തെ ഒരു ഇതുണ്ടായിരുന്നില്ലേ, ഒരു ടൈ ഒന്ന് പോരട്ടെ കേട്ടോ. ഞാൻ പറഞ്ഞോട്ടെ? ഓക്കെ, പറഞ്ഞോളൂ. ഞാൻ യുസ്ര. ആക്ച്വലി നാട്ടില് ട്രിവാൻഡ്രത്താണ്, പക്ഷെ ഇപ്പൊ സെറ്റിൽഡ് സൗത്തിലാണ് ഞാൻ ഇപ്പൊ സെറ്റിൽഡ് ആയിരിക്കുന്നത്. ഇപ്പം ജനിച്ച മുതൽ ഇവിടെ തന്നെയാണ്. പിന്നെ ഒരു ഇഷ്ടം ഈ സൈക്കോളജി ചൂസ് ചെയ്യാൻ കാരണം ഈ പഠിക്കുന്നതിൽ നിന്ന് എനിക്ക് എന്നെ മനസ്സിലാക്കാൻ പറ്റും, അവർക്കിപ്പോ ഹെൽപ്പ് ചെയ്യാന്നുള്ളൊരു കോൺഫിഡൻസ് എനിക്കുണ്ട്. ബാക്കിയുള്ള എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ എന്നെ കൊണ്ട് പറ്റും എന്നുള്ളൊരു ഇതുള്ളത് കൊണ്ട് സൈക്കോളജി എടുത്തു. പിന്നെ പണ്ട് മുതലേ ഐ തിങ്ക് ഒരു കരിയർ ഗൈഡൻസ് ഒക്കെ എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെയാണ് ജോയിൻ ചെയ്തത്. പിന്നെ 8th മുതലുള്ള ഒരു പാഷനാണ് സൈക്കോളജി എന്നുള്ളത് എടുക്കണമെന്നും അതിനുള്ള റിസർച്ച് ഒക്കെ ഒരുപാട് നടത്തിയിട്ടുണ്ട്. പിന്നെ മാമിനെ പോലെ തന്നെ ഭയങ്കര എക്സ്ട്രോവേർട്ടാണ്, ഒരുപാട് സംസാരിച്ചുകൊണ്ടിരിക്കും. ഓക്കെ യുസ്ര, താങ്ക് യു. ഇനി വേറെ ആരൊക്കെയാണ് ഉള്ളത്? ആരൊക്കെയോ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ നേരത്തെ. ഓക്കെ, ആരാ? ജിജോ ആയിരുന്നോ? അതെ, ജിജോയാണ്. അപ്പം ഡാർക്കായിട്ട് കാണും, പുറത്ത് ലൈറ്റ് ഇല്ല, അതുകൊണ്ടാണ്. മഴയാണ് ഇവിടെ. എന്റെ പേര് ജിജോ, സ്ഥലം കൊല്ലം. 2001 ITI കഴിഞ്ഞതിന് ശേഷം 20 വർഷത്തിന് ശേഷം ഞാൻ ഇത് വീണ്ടും പഠിക്കണം എന്നുള്ള ആഗ്രഹമായിട്ട് വന്നതാണ് 2021. അങ്ങനെ +2 കഴിഞ്ഞു, വീണ്ടും ഡിഗ്രി പഠിക്കണം. ഇപ്പൊ ഞാൻ ഓൾറെഡി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഗോവയില്, ഫയർ ആൻഡ് സേഫ്റ്റി എഞ്ചിനീയർ ആയിട്ട്.
അപ്പൊ എനിക്കിവിടെ എന്റെ തൊഴിൽ മേഖലയിൽ മറ്റുള്ള ഇപ്പം ഓൾറെഡി ആ ഫീൽഡിൽ ഞാൻ പഠിച്ചു. അതിനുശേഷം പിന്നീട് വീണ്ടും നമ്മുടെ ഒരു ഡിഗ്രി ക്വാളിഫിക്കേഷൻ ഇല്ല എന്നുള്ളത് ഒരു പ്രശ്നമാണ്. രണ്ടാമത് സൈക്കോളജി എടുക്കാനുള്ള മെയിൻ കാരണം നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്ന തൊഴിലാളികൾക്ക് തൊഴിലിനിടയിലുള്ള സ്ട്രെസ്, അവർക്കുള്ള ടെൻഷൻ, അവരുടെ മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ. അപ്പോൾ ഒരു കൗൺസിലിംഗ് സൈക്കോളജി എന്ന് പറയുമ്പോൾ നമ്മൾ ആ ഒരു അതുകൊണ്ടാണ് അതിനോട് കൂടുതലും താല്പര്യം തോന്നുന്നത്. എൻ്റെ കൂടെ തന്നെ രണ്ടാമത്തെ കാര്യം ഒരു ഡിഗ്രി എന്നുള്ള ഒരു ക്വാളിഫിക്കേഷനും ആവും. ഈ രണ്ട് റീസൺ ആണ് മെയിൻ ആയിട്ട് സൈക്കോളജി ചൂസ് ചെയ്യാനുള്ള കാരണം. ഓക്കെ, ജിജോയുടെ സ്ട്രെങ്ത് എന്തായിരുന്നു അത് പറഞ്ഞില്ലല്ലോ. സ്ട്രെങ്ത്, ലീഡർഷിപ്പ്, കമ്മ്യൂണിക്കേഷൻ സ്കിൽ. ഓക്കെ, അതൊക്കെ നല്ല ഒരു നമ്മുടെ ഒരു സൈക്കോളജി ആസ് എ സ്റ്റുഡന്റ് എന്നുള്ള രീതിയിലും അല്ലെങ്കിൽ നമ്മുടെ അതൊരു കരിയർ ആക്കാൻ എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ടല്ലോ ജിജോന്. അപ്പൊ ഒരു കമ്മ്യൂണിക്കേഷൻ സ്കില്ല് അതൊക്കെ നല്ല ഇമ്പോർട്ടന്റ് ആണ് ഈ ഒരു പിന്നെ നമ്മുടെ ഈ ഒരു സബ്ജക്റ്റിന് തന്നെ. പിന്നെ കോൺഫിഡൻസ്, അത് വെരി വെൽ. നമ്പർ. ഓക്കെ, അതും ഇപ്പൊ ഞാൻ പറഞ്ഞതുപോലെ അല്ലെ. ഓക്കെ, ഇനി അടുത്ത ആരാണ്? നിങ്ങളില്ലേ ഒരാള് ഇപ്പോ എന്തെങ്കിലും ഇപ്പൊ നമുക്ക് ഭയങ്കര അഡ്മയറിങ്, ഇപ്പൊ ജിജോ ഇപ്പൊ 20 വർഷത്തിന് ശേഷം അങ്ങാണ്ട് ഇപ്പൊ പിന്നെയും പഠിക്കാൻ വരുമല്ലേ, അപ്പൊ നമുക്ക് അതൊരു ഭയങ്കര ഇൻസ്പയറിംഗ് അല്ലേ. അപ്പൊ അങ്ങനെ എന്തെങ്കിലും കാര്യമൊക്കെ കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ഇവിടെ റിയാക്ഷൻസ് ഒക്കെ ഇട്ടോളൂ കേട്ടോ. നിങ്ങൾ ഇങ്ങനെ ഭയങ്കര സൈലന്റ് ആയിട്ട് ഇരിക്കുമ്പോൾ എന്തോ പോലെ തോന്നുന്നു. നല്ലൊരു ഇന്ററാക്റ്റീവ് സെഷൻ ആണ് നമ്മൾ ഉദ്ദേശിച്ചത്. ഒരാൾ പറയുമ്പോൾ നിങ്ങൾ കമന്റ് ബോക്സിലൊക്കെ ഇങ്ങനെ ഇതിന് റിപ്ലൈ ഒക്കെ ഇട്ടോളൂ കേട്ടോ. ഓക്കെ, ഇനി വേറെ ആരാണ് വരുന്നത്? ഹായ്, ഹായ്, ആരാണ്? ഞാൻ സൂസൻ. ഓക്കെ, എന്റെ വീട് കോട്ടയമാണ്. കേൾക്കാമോ? കേൾക്കാം കേൾക്കാം, പറഞ്ഞോളൂ. ഞാനൊരു സ്റ്റാഫ് നഴ്സ് ആണ്. അത് കഴിഞ്ഞ് ഒരു വർക്കിംഗ് ആയിരുന്നു, എബ്രോഡ് ആയിരുന്നു. 2011 വരെ ഞാൻ വർക്കിംഗ് ആയിരുന്നു. അത് കഴിഞ്ഞ് എന്റെ ഇളയ കുട്ടി ഉണ്ടായി കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ വർക്ക് ചെയ്യുന്നില്ല. പിന്നെ ഞാൻ ഇപ്പൊ റീസെന്റ് ആയിട്ട് ഈ ലാസ്റ്റ് 2 ഇയേഴ്സ് ഞാൻ ഡിപ്ലോമ ഇൻ സ്പെഷ്യൽ എഡ്യൂക്കേഷൻ ചെയ്തു. അപ്പൊ അതിന് സപ്പോർട്ടീവ് ആയിട്ട് എനിക്ക് സൈക്കോളജിയും കൂടെ ചെയ്യാന്ന് വിചാരിച്ചിട്ട് ഞാൻ കോഴ്സിൽ ജോയിൻ ചെയ്തതാണ്. ഓക്കെ, സൂസന്റെ സ്ട്രെങ്ത് എന്താന്ന് പറഞ്ഞില്ല. സ്ട്രെങ്ത് ഒരുപാട് സ്ട്രെങ്ത് ഉണ്ടാവും. നമ്മള് അത് പെട്ടെന്ന് ഇന്ന് പോരാഞ്ഞിട്ടായിരിക്കും. ഒന്ന് ആലോചിച്ച് നോക്കൂ. എല്ലാരും ആലോചിച്ച് വെച്ചോളൂ കേട്ടോ. ഇനി വിളിക്കുമ്പോ ആലോചിക്കാൻ നിൽക്കണ്ട. എനിക്ക് അങ്ങനെ എന്തെങ്കിലും ചെയ്യാൻ പറ്റായികയായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. എല്ലാ കാര്യത്തിലും ഞാൻ ട്രൈ ചെയ്യാറുണ്ട്, എല്ലാം മാറി നിൽക്കാറില്ല. ഓക്കെ, എല്ലാത്തിലും ഇൻവോൾവ് ആവുമായിരിക്കും അല്ലെ, എല്ലാ കാര്യങ്ങളും അതിന്റെ രീതിയിൽ ചെയ്ത്. ഒരു നല്ല കാര്യമല്ല. എല്ലാരും ആരും എന്താ റിയാക്ഷൻസ് ഒന്നും ഇടാത്തത്? ഒരാള് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അവരെ ഒന്ന് പ്രോത്സാഹിപ്പിക്കണ്ടേ? ഓക്കെ, അപ്പോ ഇനി ഒരു 2 പേര് കൂടെ ഒന്ന് പരിചയപ്പെട്ടോളൂ. എന്നിട്ട് നമുക്ക് ഒരു ഗെയിം ഒക്കെ കളിക്കാം. കുറച്ചും കൂടെ ഒരു എന്താ പറയാ ഒരു ഇൻവോൾവ്മെന്റ് കൊണ്ടുവരാൻ നമുക്ക് ഗെയിം ഒക്കെ കളിക്കാം കേട്ടോ. ഒരു 2 പേരും കൂടെ ഒന്ന് പരിചയപ്പെടുവോ? ഹായ്, ഹായ്, കേക്കാവോ? കേക്കാം കേക്കാം. ഞാൻ പെട്ടെന്ന് വന്നത്, എനിക്ക് ഫ്ലൈറ്റ് ഉണ്ട്, ഞാൻ ക്യാബിൻ ക്രൂ ആണ്. ഇപ്പൊ ഞാൻ വർക്ക് ചെയ്യാണിപ്പോ, ക്യാബിൻ ക്രൂ ആണ്, സൗദി അറേബ്യയിലാണ്. പിന്നെ ഞാൻ പെട്ടെന്ന് സൈക്കോളജി എടുക്കാനുള്ള കാര്യം, ഞാൻ കുറച്ച് റീഡ് ചെയ്യുന്നുണ്ടായിരുന്നു ഇതിനെപ്പറ്റി. എനിക്ക് ഒരു 3 ഇയേഴ്സ് മുമ്പേ ADHD ഡയഗ്നൈസ് ചെയ്തായിരുന്നു, പിന്നെ ലേണിംഗ് ഡിസബിലിറ്റി. സോ ഇത് ADHD മനസ്സിലാക്കാൻ വേണ്ടിയിട്ടല്ല, പക്ഷേ സിമിലർ ആയിട്ടുള്ള വേറെ ഡിസോർഡേഴ്സ് ഉള്ള ആൾക്കാരുണ്ടെന്ന് മനസ്സിലായി. അപ്പൊ അത് ഇപ്പൊ ഡോക്ടറെ പോയി കണ്ട് നമുക്കൊരു ലിമിറ്റേഷൻ ഉണ്ട് എല്ലാ തവണയും പോയി ഓരോ കാര്യങ്ങൾ മനസ്സിലാക്കാനും ഒക്കെ. അപ്പൊ എനിക്ക് തോന്നി എനിക്ക് വേറൊരാളെ ഇപ്പോ കുറച്ചൊക്കെ തിരിച്ചറിയാൻ തുടങ്ങി പല ഡിസോർഡേഴ്സ്. അപ്പോ അത് നന്നായിട്ട് പഠിക്കാൻ, എന്താ പറയാ, കുറച്ച് വിശദമായിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് എടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ എന്തുമാത്രം പഠിക്കുന്നത് എനിക്കറിയില്ല, കാരണം എനിക്ക് ഡിസബിലിറ്റി ഉള്ളതുകൊണ്ട്. പക്ഷെ മാക്സിമം ട്രൈ ചെയ്യാം. ഒരു കോഴ്സായിട്ട് എടുക്കുന്നില്ല, അതൊരു മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇതാവുമ്പോൾ സിസ്റ്റമാറ്റിക് ആയിട്ട് നമുക്ക് ഓരോന്ന് പഠിക്കാമല്ലോ. അപ്പൊ ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് പഠിക്കണ്ട. അപ്പൊ അതിനൊരു ടൈം ഉണ്ട്, ഓർഗനൈസ്ഡ് ആയിട്ട് എനിക്ക് തന്നെ ചെയ്യാൻ പറ്റും എന്ന് തോന്നിയപ്പോ ഞാനത് എടുത്തതാണ്. ഓക്കെ, അപ്പോ ഇയാളുടെ സ്ട്രെങ്ത് പറഞ്ഞില്ല. എന്റെ സ്ട്രെങ്ത് എന്റെ ഡിസബിലിറ്റി ആണ്. എനിക്ക് ഡിസോർഡർ ഉണ്ട്, എന്റെ വീക്ക്നെസ്സും അത് തന്നെയാണ്. അപ്പൊ എനിക്ക് തോന്നുന്നു എനിക്ക് കുറച്ച് ആൾക്കാരെ മനസ്സിലാക്കാനും, എന്റെ ജോലി ഞാൻ ക്യാബിൻ ക്രൂ ആണ്, എനിക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. വേറെ ഓഫീസ് വർക്കും ഒക്കെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോ എനിക്ക് ആകെ ചെയ്യാൻ പറ്റുന്ന ഇതാണ്. അപ്പോ
എന്റെ സ്ട്രെങ്ത് എന്താണെന്ന് വെച്ചാൽ ഞാൻ കുറച്ച് എനിക്ക് ഡിസോർഡർ ഡയഗ്നൈസ് ചെയ്തപ്പോഴാണ് എനിക്ക് ശരീരത്തിൽ ബ്രെയിൻ എന്നൊരു അവയവം ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കിയത്. അതായത് ഇപ്പൊ നാട്ടില് പഠിച്ച് വളർന്നതിന്റെ ബുദ്ധിമുട്ടാണ്. അപ്പം ആയിരുന്നെങ്കിൽ ഞാൻ ഈ സൈക്കോളജി അല്ലെങ്കിൽ ഈ ബ്രെയിനിന്റെ കാര്യങ്ങളോ ഇതിനെപ്പറ്റി ഒന്നും ഒരിക്കലും നമ്മൾ ചിന്തിച്ചിട്ടില്ല. അതായത് ഞാൻ കോളേജിൽ പോയിരുന്ന കാര്യം ആരും എനിക്കൊരു ഡിസബിലിറ്റി ഉണ്ടെന്ന് ആർക്കും അറിയില്ലായിരുന്നു. പക്ഷെ എല്ലാരും ഭ്രാന്താണോ ഇങ്ങനെയൊക്കെ ചോദിക്കുമായിരുന്നു. പക്ഷെ എനിക്ക് ഈ ഡിസബിലിറ്റി ഉണ്ടായിട്ടും എനിക്ക് ഇതെന്ന് തിരിച്ചറിയാനുള്ള ശേഷി ഉണ്ടായിരുന്നില്ല. അപ്പോ എനിക്കോ എന്നെ പഠിപ്പിച്ചവർക്കോ ഈവൻ ഡോക്ടേഴ്സിനോ ആർക്കും മനസ്സിലായില്ല. അപ്പൊ അതായത് അത് എനിക്ക് തോന്നുന്നു നാട്ടിലുള്ള എല്ലാവർക്കും ഇതിന് കുറച്ചൊക്കെ അറിവ് വേണം. അപ്പൊ ഞാനോർത്തു ഞാൻ തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പൊ ഞാൻ ഇതിനെപ്പറ്റി പറയാൻ പോകുമ്പോഴൊക്കെ ആൾക്കാർ ചോദിക്കും, എന്താ ഞാൻ ഡോക്ടർ അല്ലല്ലോ, അല്ലെങ്കിൽ ഞാനൊരു സൈക്കാട്രിസ്റ്റ് അല്ല, ഞാനൊരു സൈക്കോളജിസ്റ്റ് അല്ല, പിന്നെ എങ്ങനെ എനിക്ക് പറയാൻ പറ്റും ഇതിനെപ്പറ്റി. അപ്പൊ ഞാനോർത്തുന്ന ഞാൻ പഠിച്ചിട്ട് ഇതിനെപ്പറ്റി സംസാരിക്കാം. എനിക്ക് പറ്റുന്ന രീതിയിലൊക്കെ ഞാൻ ചെറിയ രീതിയിൽ ആൾക്കാരെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പൊ എനിക്കതിനൊരു ഡിഗ്രി വേണമെന്ന് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. പിന്നീട് ഞാൻ എഴുതിയെടുക്കുക ചെയ്തത്. എനിക്ക് ഒത്തിരി ടൈം വേണം പഠിക്കാനൊക്കെ എഴുതാനൊക്കെ. സോറി, ഇപ്പൊ ജോലി കിട്ടിയിട്ട് ഞാൻ അത് ഒന്നും കൂടി കേൾക്കുന്നില്ല. സ്റ്റക്കായി തോന്നുന്നു അതിനിടെ. ഞാൻ വിചാരിച്ചു എന്റെ പ്രശ്നമാണ്, ഞാൻ അതുകൊണ്ട് ഇങ്ങനെ ഇരുന്നു, ഇനി എന്നതാണോ പ്രശ്നം. ഇടയ്ക്ക് ഒന്ന് നെറ്റ്വർക്ക് കട്ട് ആയിട്ടുണ്ടായിരുന്നു. അല്ല, എന്ത് ഡിസബിലിറ്റിയാ പറഞ്ഞത്? ഞാനിപ്പോ സ്പെഷ്യൽ എഡ്യൂക്കേഷൻ ചെയ്തതുകൊണ്ട് എന്താണെന്ന് ഞാൻ കേട്ടില്ലായിരുന്നു ക്ലിയർ ആയിട്ട്. കുഴപ്പമില്ല. ADHD, അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി. പിന്നെ ഇവിടെ ഡയഗ്നോസ് ചെയ്ത് എനിക്ക് ഈറ്റിംഗ് ഡിസോർഡർ ഉണ്ട്, ലേണിംഗ് ഡിസബിലിറ്റി ഉണ്ട്. അപ്പം ഞാനത് റീസൺ എന്താന്ന് ചോദിച്ചു. ഇത്രയും അച്ചീവ്മെന്റ് ഉണ്ടാക്കിയല്ലോ, ദാറ്റ്സ് ഗ്രേറ്റ്. അച്ചീവ്മെന്റ് ഉണ്ടായി. പക്ഷെ എനിക്ക് ഒരു ഇത് കിട്ടുന്നതിന് മുമ്പ് ഒരു വലിയ സ്ട്രഗിൾ ഉണ്ടായിരുന്നു. സ്ട്രഗിൾ എന്ന് പറഞ്ഞാൽ എനിക്ക് ഡിസബിലിറ്റി ഉണ്ടെന്ന് എനിക്കോ എന്റെ വീട്ടിലുള്ളവർക്കോ എന്നെ പഠിപ്പിച്ചവർക്കോ ഒന്നും അറിയില്ല. എല്ലാരും കുരുത്തക്കേട് അനുസരിക്കാത്തതാണ്, ശ്രദ്ധിക്കാത്തതാണ് വിചാരിക്കായിരുന്നു. അപ്പൊ ഞാൻ ഓർത്തു, മീൻസ് ഇതിനെപ്പറ്റി നാട്ടിൽ ആരോടെങ്കിലും പറയാൻ പോയാ ഈവൻ ഡോക്ടേഴ്സ് പോലും ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞാനിപ്പം നാട്ടിൽ നിന്ന് പുറത്ത് വന്നിട്ടില്ലായിരുന്നെങ്കിൽ ഞാൻ ഒരിക്കലും ഈ ഡിസോർഡേഴ്സിനെ പറ്റിയോ അല്ലെങ്കിൽ ഇങ്ങനെയൊന്നും ഞാനും ചിന്തിക്കില്ല. ഇതുള്ള ഒരാളായിട്ട് എനിക്ക് പോലും തിരിച്ചറിയാൻ പറ്റിയില്ല എനിക്കൊരു പ്രശ്നം ഉണ്ടെന്ന്. എനിക്കിപ്പോ 37 വയസ്സായി. അത് തിരിച്ചറിയാൻ പോലും പറ്റാത്ത ഒരു എഡ്യൂക്കേഷൻ ആണ് നമ്മളുടെ. അപ്പൊ എന്നെ പോലെ ഒത്തിരി കുട്ടികൾ ഇപ്പൊ സഫർ ചെയ്യുന്നുണ്ടാവും, ഒരുപാട് തല്ല് കിട്ടുന്നുണ്ടാവും, ഒരുപാട് വിഷമിക്കുന്നുണ്ടാവും. അപ്പം എനിക്ക് കുറച്ചൊക്കെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പൊ ഞാൻ ഓർത്ത് എനിക്ക് വളരെ അത്യാവശ്യമാണ് ഈ ഡിഗ്രി. ഞാൻ ഒത്തിരി ടൈം എടുക്കും ഉറപ്പായിട്ടും. ഞാൻ 3 ഇയേഴ്സിൽ കംപ്ലീറ്റ് ചെയ്യാനുള്ള ഒരു എബിലിറ്റി എനിക്കില്ല. എബിലിറ്റി ഇല്ല എന്ന് ഞാൻ പറയില്ല, ഞാൻ നന്നായിട്ട് പഠിക്കും. പക്ഷെ എനിക്ക് സാധാരണ മനുഷ്യരെക്കാൾ കൂടുതൽ സമയം വേണം. ഇപ്പൊ ഓൺലൈൻ ആകുമ്പോൾ എനിക്ക് ടീച്ചേഴ്സിന്റെ ബുദ്ധിമുട്ടില്ല, അല്ലെങ്കിൽ അതായത് എന്റെ ഡിസബിലിറ്റി മനസ്സിലാക്കാത്തവരില്ല. എനിക്ക് സ്വയം ടൈം എടുത്ത് പഠിക്കാം. എനിക്കൊരു ജോലി ഓൾറെഡി ഉണ്ട്, എനിക്ക് അതിനുള്ള കോൺഫിഡൻസ് ഉണ്ട്. അതിന്റെ കാര്യങ്ങൾ എനിക്ക് സ്വന്തം തീരുമാനിച്ച് പഠിക്കാം. അപ്പൊ ഞാൻ ഓർത്തു സൈക്കോളജി ഞാൻ പഠിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. പിന്നെ എനിക്ക് ആൾക്കാരെ സഹായിക്കാനുള്ളൊരു സെൻസ് ഉണ്ട്. ഡിസബിലിറ്റീസ് ഉണ്ട്, പക്ഷെ എനിക്ക് തോന്നുന്നു ഞാൻ ഒത്തിരി പേരെ എനിക്ക് ഹെൽപ്പ് ചെയ്യാനുള്ള എബിലിറ്റി ഉണ്ടെന്ന്. അപ്പോ അതിനെ കുറച്ചും കൂടി ഒന്ന് അതിനെ സപ്പോർട്ട് ചെയ്യാൻ ഒരു ഡിഗ്രി വേണം തോന്നി, അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പൊ ഇത് നല്ലൊരു ഇൻസ്പിറേഷൻ ആണ് എല്ലാവർക്കും കിട്ടിയത്. എന്തായാലും പേരൊന്നുകൂടെ പറയോ? അഞ്ജനി. നമ്മുടെ ചാറ്റ് ബോക്സ് എടുത്ത് നോക്കിയാൽ അഞ്ജനിനെ എല്ലാവരും അപ്രിഷിയേറ്റ് ചെയ്യുന്നുണ്ട്, എൻകറേജ് ചെയ്യുന്നുണ്ട്. ചാറ്റ് ബോക്സ് നോക്കിയാൽ മതി. അഞ്ജനിക്ക് ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പൊ എനിക്ക് തോന്നുന്നു ഇന്നത്തെ ഈ ഒരു സെഷനിലൂടെ അഞ്ജനിക്ക് കുറച്ചും കൂടി എൻകറേജ്മെന്റ് കിട്ടും, പഠിത്തം തുടരാനും ഒരു മോട്ടിവേഷൻ ഒക്കെ ആവും കേട്ടോ. അപ്പൊ എന്തായാലും എല്ലാവരെയും പരിചയപ്പെടാനും കൂടി പറ്റുന്നത് നല്ലൊരു കാര്യമാണ് അല്ലെ ഈ ഒരു സെഷനിലൂടെ. അപ്പൊ ഈ അഞ്ജനിയുടെ ഈ ഒരു നമുക്ക് ഭയങ്കര മോട്ടിവേറ്റിംഗ് ആയിരുന്നു. അതുകൊണ്ട് ഇനി നെക്സ്റ്റ് വരുന്ന ആൾക്കാരും ഇതുപോലെ തന്നെ കുറച്ച് എന്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അതൊക്കെ ഷെയർ ചെയ്യാം കേട്ടോ. താങ്ക് യു അഞ്ജനി. താങ്ക് യു വെരി മച്ച്. ഓക്കെ, അപ്പൊ നമുക്കിനി ബാക്കിയുള്ളവരുടെ ഒരു പരിചയപ്പെടല് ഒരു ഗെയിമിന് ശേഷം ആയാലോ? എന്താണ്, നിങ്ങളൊക്കെ ഇൻവോൾവ് ആകുമെന്ന് വിചാരിക്കുന്നു. അപ്പോ വൈഷ്ണവി മാം, നമുക്ക് തുടങ്ങാല്ലേ? ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അതിനു മുമ്പ് എല്ലാവരും ഒന്ന് ക്യാമറ ഓൺ ആക്കിക്കേ. എല്ലാവരും ക്യാമറ ഓൺ ആക്കുക. ജിജോന്റെ ഡൗട്ട്സ് ഒക്കെ മെന്റേഴ്സ് ക്ലിയർ ചെയ്ത് തരും കേട്ടോ, പേടിക്കണ്ട. നമ്മൾ ഇന്ന് ഒരു ഇൻട്രൊഡക്ഷൻ സെഷൻ ആണ്. നമുക്ക് ലാസ്റ്റ് ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ആ സമയത്ത് ക്ലിയർ ചെയ്യാം. ഓക്കെ, സോ എല്ലാവരും മാക്സിമം ക്യാമറ ഓൺ ആക്കി ഇരിക്കുക. നമ്മളൊരു ഗെയിമിലോട്ടാണ് പോകുന്നത്. ഓക്കെ, ഇതെന്ന് പറഞ്ഞാൽ ഇപ്പൊ കേൾക്കുന്നില്ലേ? ഞാൻ പറയുന്നത് കേൾക്കുന്നില്ലേ?
കേൾക്കാം. അപ്പോ ആദ്യം നമ്മളൊരു ഡെമോ കാണിച്ചു തരും. അതായത് നമ്മളൊരു മ്യൂസിക് പ്ലേ ചെയ്യും. അപ്പൊ അത് ഏത് ഫിലിമിലുള്ളതാണെന്ന് നിങ്ങൾ പറയണം. അപ്പൊ ഫസ്റ്റത്തെ ഒരു ഡെമോ ആണ്. ഓക്കെ, നിങ്ങൾ ഓക്കെ ആണോ? കളിക്കാവോ? ഓക്കെ. ഓക്കെ, നിങ്ങൾ റെസ്പോണ്ട് ചെയ്യണം. നിങ്ങൾ ഇങ്ങനെ മിണ്ടാതിരുന്നിട്ട് ഈ ഒരു ഇന്ററാക്ഷൻ സെഷൻ പിന്നെ ഇങ്ങനെ ഉറങ്ങിക്കൊണ്ടിരുന്ന് കാണുവാണോ? ഓക്കെ, തുടങ്ങട്ടെ? ഓക്കെ, അപ്പോ ഇതൊരു ഡെമോ ആണ്. നെക്സ്റ്റ് ഇതായിരിക്കും നമ്മുടെ ഒരു മ്യൂസിക് ഉണ്ടാവുക. ഇത് ഏത് ഫിലിമിലാണുള്ളത് നിങ്ങൾ പറയണം. ഓക്കെ, ആർക്കെങ്കിലും അറിയോ? 20-ാം നൂറ്റാണ്ട്. ജിജു ഓൾറെഡി പറഞ്ഞു. ഇത് ചോദിക്കേണ്ട ആവശ്യമുണ്ടോ? സമയത്ത് കണ്ടായിരുന്നോ? ഇല്ല. ഓക്കെ, അപ്പൊ 20-ാം നൂറ്റാണ്ട്. വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും അഭിപ്രായം ഉണ്ടോ? അങ്ങനെ ഒരു ഫിലിം ഉണ്ടോ? 20-ാം നൂറ്റാണ്ടെന്ന് പറയുന്നതാണ് ഞാൻ പറഞ്ഞു. ഓക്കെ, അപ്പൊ നമുക്ക് ഏത് ഫിലിമിലുള്ളതാന്ന് നോക്കാം. ഓക്കെ, 20-ാം നൂറ്റാണ്ടാണ് കേട്ടോ. അപ്പൊ പറഞ്ഞവർക്കൊക്കെ ഒരു കൺഗ്രാറ്റ്. ഓക്കെ, ഇനി അടുത്ത ആ ഒരു മ്യൂസിക് ശ്രദ്ധിച്ച് കേട്ടോളൂ. നിങ്ങൾക്ക് അഥവാ ആൻസർ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ വേണമെങ്കിൽ ടൈപ്പും ചെയ്യാം. അപ്പൊ അതിന്റെ ഇടയിൽ നമുക്ക് പെട്ടുപോയി കഴിഞ്ഞാൽ നമ്മൾ ശ്രദ്ധിക്കുന്നില്ല എന്നാരും വിചാരിക്കണ്ട കേട്ടോ. ചാറ്റ് ബോക്സിൽ നിങ്ങൾക്ക് ആൻസർ ചെയ്യാം. മൈക്ക് തുറന്നിട്ട് ആൻസർ ചെയ്യാം കേട്ടോ. അപ്പൊ നെക്സ്റ്റ് മ്യൂസിക് ശ്രദ്ധിച്ചോളൂ. ഇത് ഇല്ല കാസറ്റ് മീശമാധവൻ മാത്രമേ ഉള്ളൂ? വേറെ ആരും പറയുന്നില്ലേ? ഒരാൾ മാത്രമേ കളിക്കുന്നുള്ളൂ? ശരിക്കും കേട്ടില്ല. മ്യൂസിക് ആക്ച്വലി കുറച്ച് ബ്രേക്കിംഗ് ഒന്നുകൂടി പ്ലേ ചെയ്യോ? മീശമാധവൻ ഉറപ്പിക്കാവോ? ഓക്കെ, മീശമാധവനാണ് കേട്ടോ. നിങ്ങൾ ആരും എന്താ ചാറ്റ് ബോക്സിലൊന്നും ബാക്കിയുള്ള ആൾക്കാരൊക്കെ ഉറങ്ങുവാണോ? എല്ലാരും ഒന്ന് ഇൻവോൾവ് ആവുക. എന്താണ് നമ്മുടെ ഫസ്റ്റ് സെഷൻ ആയിട്ട് ഇരുന്നിട്ട് ഇങ്ങനെ ഇത്രയും നല്ല ഗെയിംസ് ഒക്കെ വെച്ചിട്ട് നിങ്ങളൊന്ന് ഇൻവോൾവ് ആയില്ലെങ്കിൽ പിന്നെ എന്താണ്? ഓക്കെ, അടുത്തത് കുറച്ചും കൂടെ നോക്കിക്കോളൂ കേട്ടോ. ഇച്ചിരി ടഫ് ആക്കാൻ പറ്റുമോ നോക്കട്ടെ. മിന്നാരം. ഓക്കെ, മിന്നാരം അല്ലാതെ വേറെ എന്തെങ്കിലും ഉണ്ടോ? ഓക്കെ, മിന്നാരം തന്നെയാണ്. ഇപ്പൊ മോസ്റ്റ്ലി എല്ലാരും നല്ല രീതിയിൽ ഇപ്പോ സിനിമയൊക്കെ കാണുന്ന ആൾക്കാരാന്ന് മനസ്സിലായി. ഒരു ചെറിയ മ്യൂസിക് കേൾക്കുമ്പോ തന്നെ ആൾക്കാർക്കൊക്കെ പിടികിട്ടും. ഓക്കെ, നെക്സ്റ്റ്. രണ്ട് ആൻസർ വന്നിട്ടുണ്ട്. ഒന്ന് കിലുക്കവും പിന്നെ അതുപോലെ പഠിക്കും. അപ്പൊ ഏതായിരിക്കും കൂടുതലായിട്ട് ആൾക്കാർ പറയുന്നത് നമുക്ക് നോക്കാം. ഏതാണ് ശരി എന്നുള്ള കാര്യം നമുക്കറിയാം, പക്ഷെ നിങ്ങൾക്ക് അറിയില്ല. അപ്പൊ നമ്മളിപ്പോ കാണിക്കും കേട്ടോ. ഓക്കെ, കിലുക്കം. സ്ഫടികം പറഞ്ഞ ആൾക്കാർക്ക് ഓക്കെ, ബെറ്റർ ലക്ക് നെക്സ്റ്റ് ടൈം. പക്ഷെ അതിലും ഉണ്ടല്ലേ സിമിലർ ആയിട്ടുള്ള ഒരു മ്യൂസിക് ഉണ്ട് അതിൽ. ഓക്കെ, കൺഫ്യൂസിങ് ആയിരിക്കും. ഇനി അടുത്തത് നമുക്ക് ഒന്നുകൂടെ നോക്കാം. ഇനി ഒരു 2-3 സ്ലൈഡും കൂടി ഇതുപോലത്തെ കാണിക്കാം. ഓക്കെ, അതുകൊണ്ട് ശ്രദ്ധിച്ചോട്ടോ. ഓക്കെ, അതെല്ലാവർക്കും അറിയാം. കാരണം അതിന്റെ ഒരു സ്റ്റാർട്ടിങ് മ്യൂസിക് കേൾക്കുമ്പോ തന്നെ നമുക്ക് പിടികിട്ടുമല്ലോ അല്ലെ. അത് ഭയങ്കര സിമ്പിൾ ആയി പോയി അല്ലേ. ഓക്കെ, നെക്സ്റ്റ് അടുത്ത നോക്കാം. KGF
KGF എന്നൊക്കെ പറയാൻ എന്തൊരു ആവേശം. ഓക്കെ, KGF തന്നെയാണ്, അതിലൊരു ടൈം വന്നിട്ടില്ല. നിങ്ങളൊക്കെ ഭയങ്കര ജ്ഞാനികളാണെന്ന് തോന്നുന്നു അല്ലെ സിനിമയുടെ കാര്യത്തില്. അപ്പൊ അടുത്ത ഗെയിമിൽ പിടിക്കേണ്ടി വരും. ഇനി 2-3 സ്ലൈഡും കൂടെ കാണിച്ചിട്ട് നമുക്ക് ഈ പരിപാടി നിർത്താം കേട്ടോ. നമുക്ക് വേറെ ഏതെങ്കിലും നോക്കാം. കുറച്ച് ടഫുള്ളത് നിങ്ങൾ ഇങ്ങനെ ശരിയായ എല്ലാം നിങ്ങൾ ആൻസർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എന്താ ഒരു സുഖമുള്ളത് അല്ലേ? ഓക്കെ, കമ്മീഷണർ അക്ഷര ക്ലിയർ അല്ല കേട്ടോ. അക്ഷര സൗണ്ട് ക്ലിയർ അല്ല. ക്ലിയർ അല്ല, ക്ലിയർ അല്ല. സൗണ്ട് ക്ലിയർ അല്ല. ഒന്നുകൂടെ പ്ലേ ചെയ്യാം. ഒന്നുകൂടെ ക്ലിയർ ആണോ നോക്കെ? ഇപ്പൊ ക്ലിയർ അല്ലേ? ഇപ്പോഴും ക്ലിയർ അല്ല. കമ്മീഷണർ ഇത് കമ്മീഷണർ കമ്മീഷണറാന്ന് തോന്നുന്നു. കമ്മീഷണർ CBI. ഭരചന്ദ്രൻ IPS ഉണ്ട്. ഭരചന്ദ്രൻ IPS. കമ്മീഷണർ ഭരചന്ദ്രൻ IPS ഉണ്ട്. ഏതാന്ന് നോക്കാട്ടോ. കമ്മീഷണർ ആണ്, CBI അല്ല. CBIയിലുള്ള സിമിലർ മ്യൂസിക് ഉണ്ടായിരുന്നു, അതും ഇച്ചിരി കൺഫ്യൂസിങ് ആയതാണ് അല്ലെ? ഭരചന്ദ്രൻ IPS ഇല്ലേ? ഭരചന്ദ്രൻ IPS. ഭരചന്ദ്രൻ IPS. രണ്ടിലും ഈ സെയിം മ്യൂസിക് ഉണ്ട്. ആ, പക്ഷെ ചെറിയൊരു ചേഞ്ച് ഉണ്ട്. അത് നമ്മൾ ചെറിയൊരു മൈന്യൂട്ട് ചേഞ്ച് ആണ്, അത് നമ്മൾ നോട്ടീസ് ചെയ്യാതിരുന്നതാണ് കേട്ടോ. ഓക്കെ, ഇനി ഇത് ഈ ഒരു ഗെയിം നമുക്ക് ഇവിടെ വെച്ച് നിർത്തിയിട്ട് നമുക്ക് വേറൊരു ഗെയിമിലോട്ടേക്ക് പോയാലോ? നമുക്ക് ഇനി കുറച്ച് പരിചയപ്പെടാം. കുറച്ച് ആൾക്കാരൊക്കെ ഇതുവരെ മിണ്ടാതിരുന്ന ആൾക്കാരൊക്കെ നല്ല രീതിയിൽ ആക്റ്റീവ് ആയിട്ടുണ്ട്. അവർക്ക് ഈ സിനിമയൊക്കെ കാണുമ്പോൾ മാത്രമാണോ ഈ ആക്റ്റീവ്നെസ് ഉള്ളത് എന്ന് നമുക്ക് നോക്കാം കേട്ടോ. ഓക്കെ, അപ്പൊ ബാക്ക്. ഓക്കെ, അപ്പൊ ഇനി ഒരു 2-3 ആൾക്കാരും കൂടെ, ഇത്രയും നേരം നമ്മള് സിനിമ കണ്ടപ്പോ കുറെ ആൾക്കാരൊക്കെ ഇൻവോൾവ് ആയിട്ടുണ്ട്. അപ്പൊ ബാക്കിയുള്ള ആൾക്കാരൊക്കെ ഒന്ന് പരിചയപ്പെടാം. ഇനി കുറച്ച് ആൾക്കാരെ കൂടെ ഇല്ലേ പരിചയപ്പെടാൻ. അപ്പൊ അവര് ചെയ്യാത്തവരെ ഒന്ന് മുന്നോട്ടേക്ക് വരാം. ഹലോ, കേക്കാമോ? ഹലോ, കേക്കാമോ? അയ്യോ, ഇത് ഒരുപാട് ആൾക്കാരുണ്ടല്ലോ. വരുമ്പോ എല്ലാരും ഒന്നിച്ചാണോ വരുന്നത്? കേക്കാമോ? ആ, നിവേദിത. ഞാൻ കാസർഗോഡ് നിന്നാണ്. എന്റെ പ്രൊഫഷൻ ആർക്കിടെക്ട് ആണ്. ഞാൻ ദുബായിലാണ് വർക്ക് ചെയ്തുകൊണ്ടായിരുന്നേ. ഇപ്പൊ 1 വർഷമായിട്ട് ഇപ്പൊ നാട്ടിലുണ്ട്. അപ്പൊ സൈക്കോളജി എന്റെ ഒരു പാഷൻ ആണ്, അത് ആഗ്രഹമുണ്ട് എടുക്കണമെന്ന്. പിന്നെ ഞാൻ ഫ്രീ ടൈം ഒക്കെ ഉണ്ടാകുന്ന സമയത്ത് ഓർഫനേജ്, അതേപോലെ ചെറിയ കുട്ടികളുടെ അഡോപ്ഷൻ സെന്റേഴ്സ്, അവിടെയൊക്കെ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. ലാസ്റ്റ് ഇയർ ഞാൻ തിരുവണ്ണാമലയിലായിരുന്നു. അവിടെ TDS ട്രസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ചെറിയ കുട്ടികളുടെ അഡോപ്ഷൻ സെന്റർ ഉണ്ട്. അവിടെ ഞാൻ സോഷ്യൽ വർക്കർ ആയിട്ട് ഞാൻ ജോലി ചെയ്തിട്ടുണ്ടായിരുന്നു ലാസ്റ്റ് ഒരു 1 ഇയർ. അതിനുശേഷം ഇപ്പോ ഈ കഴിഞ്ഞ മെയ്യിലാണ് ഞാനിപ്പോ തിരിച്ചു വന്നത്. ഇപ്പൊ കുറച്ച് ഞാൻ ബ്രേക്ക് എടുത്തിട്ടുണ്ട് എല്ലാ ജോലിയും. കേക്കാമോ? മെയിൻ ആയിട്ട് ഒരു പാഷൻ ഉള്ളത് കൊണ്ടാണ് ഈ സൈക്കോളജിയിൽ ഞാൻ ഇത് എടുക്കാൻ കാരണം. ചൈൽഡ് സൈക്കോളജിയാണ് ഞാൻ നോക്കുന്നത് തന്നെ. പിന്നെ ഇതിന്റെ UG കഴിഞ്ഞതിന് ശേഷം പിന്നെ ചൈൽഡ് സൈക്കോളജി ആ ലെവലിലേക്ക് പോകണം എന്നാണ് എന്റെ ആഗ്രഹം. അതിലൊരു MPhil എടുക്കണമൊക്കെ ഉണ്ട്. ആഗ്രഹങ്ങളാണ്, നടക്കുമെന്ന് അറിയില്ല. ശ്രമിക്കും. ഓക്കെ, അപ്പോ നിവേദിതയുടെ സ്ട്രെങ്ത് എന്തായിരുന്നു? ഞാൻ ജെന്വിൻ ആണ്, ആള് സിൻസിയറും ആണ്. അതന്നെയാണ് എന്റെ സ്ട്രെങ്ത്തും എന്റെ വീക്ക്നെസ്സും, രണ്ടും അതാണ്. അത് സ്ട്രെങ്ത് ആയിട്ട് എടുക്കാം, നമ്മളെ ഒരു വീക്ക്നെസ് ആയിട്ട് ആൾക്കാർ അത് കൂടുതലായിട്ട് നമ്മളെ മിസ്യൂസും ചെയ്യുന്നത് പോലെ തോന്നും അല്ലെ? അതെ, തോന്നാറുണ്ട്. പക്ഷെ നല്ലൊരു ക്യാരക്ടർ ആണ് കേട്ടോ അത്. നല്ല നമ്മുടെ ഒരാൾക്ക് വേണ്ട ഒരു സോഫ്റ്റ്നെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു നല്ലൊരു ഒരാൾക്ക് കിട്ടുന്ന ഒരു സ്പെഷ്യൽ ഗിഫ്റ്റഡ്നെസ് എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. താങ്ക് യു. ഓക്കെ, ഇനി നെക്സ്റ്റ് അടുത്ത ആള് ആരാ? കേൾക്കാവോ? ഹലോ, എന്റെ പേര് സഹല. ഞാൻ മലപ്പുറം തിരൂരങ്ങാടി നിന്നാണ്. 2010 +2 കഴിഞ്ഞ ശേഷം ഇപ്പോഴാണ് ഇപ്പോൾ ഡിഗ്രി ചെയ്യണത്. ഡിഗ്രി ചെയ്യാനുള്ള കാരണം എന്ന് വെച്ചാല് നമ്മളിപ്പോ ഇഷ്ടമാണ്, കുറെ കാലമായിട്ടുണ്ട് വിചാരിക്കണം ഇങ്ങനെ ചെയ്യണം എന്ന്. പിന്നെ ഇപ്പൊ നമ്മളിപ്പം മക്കളൊക്കെ ആയപ്പോ അവരോട് പഠിക്കാൻ പറയുമ്പോ അവരിങ്ങോട്ട് ചോദിക്കും, ഉമ്മച്ചി എന്താ എന്നൊക്കെ ചോദിക്കും. അപ്പോ എന്താ പറയാ, അവരെ മുന്നിൽ ഒന്ന് പിടിച്ചു നിൽക്കണം. പിന്നെ ഇപ്പൊ നമ്മൾക്ക് കുറെ ഫ്രീ ടൈമും ഉണ്ട്. അപ്പൊ അത് വെറുതെ കളയണ്ടെന്ന് വെച്ചിട്ടാണ് ചെയ്യാൻ നോക്കുന്നത്. പിന്നെ കേൾക്കാവോ? പിന്നെ എന്താ, പിന്നെ
ഡിഗ്രി എന്ന് പറഞ്ഞാല് നമ്മൾ അച്ചീവ്മെന്റ്സ് എന്ന് പറഞ്ഞാല് നമ്മളോട് ഫ്രണ്ട്സ് ഒക്കെ സംസാരിക്കുമ്പോൾ ചിലരൊക്കെ പറയലുണ്ട്, എന്നോട് സംസാരിച്ചാല് നമുക്കൊരു റിലീഫാണ്. അപ്പം പലരും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യലുണ്ട് പല രീതിയിലായിട്ടും. അപ്പോ അതൊക്കെ കേൾക്കുമ്പോൾ എന്താ പറയാ, നമുക്കൊരു സന്തോഷമാണ്. അവർക്ക് നമുക്ക് എന്തെങ്കിലും പറഞ്ഞു കൊടുക്കാൻ പറ്റും എന്നൊക്കെ ഉള്ളൊരു ഒരു സങ്കടങ്ങളൊക്കെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോ അവരൊരു സമാധാനിപ്പിക്കാനുള്ളൊരു കഴിവുണ്ട്. ഓക്കെ, അപ്പൊ അതാണ് ഒരു സ്ട്രെങ്ത് ആയിട്ട് തോന്നിയത് അല്ലെ? ഓക്കെ അതെ സാർ, അതെ. താങ്ക് യു. ഇനി വേറെ ആരാണ് വരുന്നത്? ആരുമില്ലേ? ഹലോ ഹലോ, ഹലോ കേക്കണ്ടോ? ആ പറഞ്ഞോളൂ. കേൾക്കുന്നുണ്ട്, പറഞ്ഞോളൂ. എന്റെ പേര് ജുബേരിയ, പാലക്കാട് പട്ടാമ്പിയാണ് സ്ഥലം വരുന്നത്. ഇപ്പോ ഡിഗ്രി എടുക്കാൻ കാരണം എന്താ വെച്ചാല് ഞാൻ സ്പെഷ്യൽ എഡ്യൂക്കേഷൻ ഇപ്പൊ ജോയിൻ ചെയ്തിട്ടുള്ളൂ. അതിന് മെയിൻ റിസൾട്ട് ഈ ഇരിക്കണ ആളാണ്, മോനാണ്, 6 വയസ്സ്. ആള് ഹിയറിംഗ് ഇമ്പയർഡ് ആണ്. അപ്പോ ഹിയറിംഗ് ഇമ്പയർഡ് ആയതുകൊണ്ട് തന്നെ അവന്റെ നമ്മള് ട്രിവാൻഡ്രത്ത് നിഷ് എന്ന് പറഞ്ഞിട്ടൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിലായിരുന്നു. അപ്പൊ അവിടെ ഒരു 2 ഇയേഴ്സ് കൊണ്ട് മാക്സിമം ഒരു 3 ഇയർ ആണ് ഒരു ഡിസബിലിറ്റി ഹിയറിംഗ് ഇമ്പയർഡ് ആയിട്ടുള്ള കുട്ടിനെ ഒരു ലാംഗ്വേജിലേക്ക് എത്തിക്കാൻ പറ്റുന്ന ഒരു പീരീഡ് ഓഫ് ടൈം അതാണ്. പക്ഷെ എന്റെ ഒരു കഴിവ് കൊണ്ട് അല്ലെങ്കിൽ നമ്മൾ അതിൽ ഇടപെട്ടത് കൊണ്ട് ഒരു 1.5 വർഷം കൊണ്ട് എനിക്ക് അവനെ നല്ലൊരു ലാംഗ്വേജിലോട്ട് എത്തിക്കാൻ പറ്റി. അത് തന്നെയാണ് എന്റെ സ്ട്രെങ്ത്. അപ്പൊ അതുകൊണ്ട് അതുപോലുള്ള കുട്ടികളെ മുൻനിരയിൽ എത്തിക്കാൻ പറ്റുന്നുള്ള ഒരു വിശ്വാസം ഉണ്ട് എനിക്ക്. അപ്പൊ അതുകൊണ്ടാണ് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ എടുത്തതും. അപ്പൊ അതായിട്ട് മുന്നോട്ട് പോകും. അപ്പൊ അതിൻ്റെയോടൊപ്പം ഒരു ഡിഗ്രി ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അത് BA സൈക്കോളജിയിൽ ചെയ്യണമെന്നാണ്. ഒന്നും കൂടി ആ ഒരു മേഖലയെ പറ്റി അറിയാൻ പറ്റുമല്ലോ, അതുകൊണ്ട്. ഓക്കെ, താങ്ക് യു. ഇനി ഒരു 2 പേരും കൂടെ നമുക്കൊന്ന് പരിചയപ്പെട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അടുത്ത ഗെയിം വൈഷ്ണവി മാം ഒന്ന് കണ്ടക്ട് ചെയ്യും. അപ്പോ ഒരു 2 പേരും കൂടെ ഒന്ന് മുന്നോട്ട് വാ. ഹലോ മാം. പറഞ്ഞോളൂ, ആരാണെങ്കിലും പറഞ്ഞോളൂ, പേര് പറഞ്ഞോളൂ ഫസ്റ്റ്. എന്റെ പേര് ഉമേറ. കേൾക്കാമോ മാം? കേൾക്കാം, പറഞ്ഞോളൂ ഉമേറ. ഞാന് മലപ്പുറം ഡിസ്ട്രിക്ട് കുറ്റിപ്പുറം നിന്നാണ്. കേട്ടിട്ടുണ്ടോ? ഓ, കേട്ടിട്ടുണ്ട്, പറഞ്ഞു. ഞാന് +2 കഴിഞ്ഞു. പിന്നെ ആഫ്റ്റർ ഒരു 10 ഇയേഴ്സിന് ശേഷം മോണ്ടിസോറി പഠിച്ചു. അവിടെ KG സെക്ഷനില് 2 വർഷം 2 വർഷം തികയ്ക്കാൻ പറ്റില്ല. കൊറോണ ആകുമ്പത്തിന് ഞാൻ അവിടെ സ്റ്റോപ്പ് ചെയ്യേണ്ടി വന്നു, ഫാമിലി കുറച്ച് ഇഷ്യൂ ഒക്കെ ആയിട്ട്. കേൾക്കാമോ മാം? കേൾക്കാം, പറഞ്ഞോളൂ. പിന്നെ പിന്നെ കുറച്ച് ബാക്ക് പെയിൻ ഹെൽത്ത് ഇഷ്യൂ ഒക്കെ ആയ കാരണത്താല് കുറെ ബ്രേക്ക് ഇടേണ്ടി വന്നു. അപ്പൊ എനിക്ക് ഡിഗ്രി ഇല്ല. ഞാൻ ഡിഗ്രി ഒന്ന് കംപ്ലീറ്റ് ആക്കാം. ഈ ടൈമിൽ വീട്ടിൽ വെറുതെ ഇരിക്കുകയാണ്. അപ്പം ഹസ്ബൻഡ് ഡിഗ്രി ജോയിൻ ചെയ്യാൻ പറഞ്ഞപ്പോ ഞാനൊന്ന് സൈക്കോളജി എന്ന ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. കാരണം എല്ലാവരും ഈ പറഞ്ഞ പോലെ മറ്റു കമന്റ്സുകളൊക്കെ പറഞ്ഞ പോലെ തന്നെ എല്ലാവരും പ്രശ്നങ്ങൾ കേൾക്കാനും നമ്മുടെ കുടുംബത്തിലത്തെ എല്ലാ പ്രോബ്ലംസ് ഒക്കെ എല്ലാവരും എന്നോട് ഷെയർ ചെയ്യാറുണ്ട്. അത് പരമാവധി എന്നെ കൊണ്ട് പറ്റണമൊക്കെ ഞാൻ പരിഹരിച്ചിട്ടുണ്ട്. അങ്ങനത്തെ ഒക്കെ ഒരു കോൺഫിഡന്റ് എനിക്കുണ്ട്. എല്ലാവരും പേഴ്സണൽ കാര്യങ്ങളൊക്കെ നമ്മളോട് ഷെയർ ചെയ്യും. അവര് ഈ പറഞ്ഞ പോലെ തന്നെ അവർക്ക് നമ്മളോട് പറയുമ്പോൾ അവർക്ക് ഒരു ഭയങ്കര സമാധാനവും ഇതൊക്കെ ഒരു പോസിറ്റീവ് എനർജി ഒക്കെ കിട്ടാറുണ്ട്. അപ്പൊ എനിക്ക് തോന്നി എനിക്കിന്ന് ഒരു ബെറ്റർ ചോയ്സ് ഈ ഒരു സൈക്കോളജി കോഴ്സ് എടുക്കാം എന്നുള്ള രീതിയിൽ ഞാൻ ജോയിൻ ചെയ്തതാണ്. സ്ട്രെങ്ത് എന്തായിരുന്നു പറഞ്ഞത്? സ്ട്രെങ്ത് ഇതന്നെ, എല്ലാവരും അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ എനിക്ക് മാക്സിമം ഞാൻ ശ്രമിക്കാറുണ്ട്. പറ്റിയവരുണ്ട്, എല്ലാവരും വിഷമങ്ങളും നമ്മൾ ഷെയർ ചെയ്യും. പിന്നെ കുട്ടികളെ പഠിപ്പിക്കുക എന്നുള്ളത്, അത് എനിക്ക് ചെറിയ കുട്ടികളെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ അവരെ എല്ലാ പ്രോബ്ലംസ് മനസ്സിലാക്കുക എന്നുള്ള നല്ലൊരു ഇതാണ്. നമ്മളെല്ലാരും കാര്യങ്ങൾ ലിസൺ ചെയ്യുക, എന്നിട്ട് അവരെ ഒരു എംപത്തറ്റിക് ആയിട്ട് ഒന്ന് അണ്ടർസ്റ്റാൻഡ് ചെയ്യുക. അത് നല്ല ഒരു ക്വാളിറ്റി ആണ് കേട്ടോ. ഓക്കെ, താങ്ക് യു. ഇനി ഒരാളും കൂടെ ഒന്ന്, ആരാണ്? പേര് കൂടെ പറയാം. ഹായ് ഫർസാന. ഹായ്, പിന്നെ ഞാന് കണ്ണൂരാണ്. ഇപ്പം കണ്ണൂർ ഇരിട്ടി. പിന്നെ ഇപ്പൊ ഇവിടെ ദുബൈയിലാണ് താമസിക്കുന്നത്. കല്യാണം കഴിഞ്ഞിട്ട് ഇങ്ങോട്ടേക്ക് വന്നതാ. പിന്നെ ഞാന് 2010 +2 കഴിഞ്ഞതായിരുന്നു. അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല.
അപ്പോ ഇപ്പം 2024 NIVC +2 ഈ ഏപ്രിൽ ബാച്ചിൽ പാസ്സായതാണ്. അപ്പോ ഡിഗ്രി എടുക്കണം അങ്ങനെയൊക്കെ ഒരു തോട്ട് ഇപ്പോഴാണ് വന്ന് തുടങ്ങിയത്. അങ്ങനെ ഓക്കെ, ലേറ്റ് ഒന്നും ആയിട്ടില്ലല്ലോ. മക്കളൊക്കെ നമുക്ക് ഇപ്പൊ നിങ്ങളെ എല്ലാ പഠിത്തത്തിന്റെ കാര്യത്തിലും നമ്മൾ ലേൺ വൈസ് ഇവിടെയുള്ള മെന്റേഴ്സ് ഒക്കെ ഹെൽപ്പ് ചെയ്യും. അപ്പൊ അത് നിങ്ങൾ അക്കാഡമിക്സ് റിലേറ്റഡ് ആയിട്ട് ഇനി ഒരു ഡൗട്ടും വേണ്ട, നമ്മൾ ഹെൽപ്പ് ചെയ്യും. ഓക്കെ, പറഞ്ഞോളൂ. ഓക്കെ, പിന്നെ 3 മക്കളുണ്ട്. അപ്പൊ അവരൊക്കെ സ്കൂളിലൊക്കെ പോയി തുടങ്ങി. അങ്ങനെയാണ് ഇപ്പം പഠിച്ചു തുടങ്ങാന്നുള്ള ഒരു തോട്ട് വന്നത്. പിന്നെ എന്റെ സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ അങ്ങനെ കാര്യമായിട്ട് വലിയ സ്ട്രെങ്ത് ഒന്നും ഉണ്ടായിട്ട് തോന്നിയിട്ടില്ല. ചെറിയ കുട്ടികളായിട്ട് പെട്ടെന്ന് ഇന്ററാക്ട് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. അവർ പെട്ടെന്നായിട്ട് ഞാനുമായിട്ട് പെട്ടെന്ന് അവരടുക്കും. ഇപ്പൊ നാട്ടിലൊക്കെ ആണെങ്കിൽ എന്ത് പാർട്ടിയോ എന്തൊക്കെ വന്നു കഴിഞ്ഞാലും ചെറിയ കുട്ടികളൊക്കെ എന്റെ കൂടെയാണ് ഉണ്ടാവുക. അപ്പോ അതൊരു ആ ഒരു ക്വാളിറ്റി അല്ലേ? ക്വാളിറ്റി ആണ്, അല്ല അങ്ങനെയല്ല പറയാണ്. പിന്നെ അപ്പോ എന്തേലും ചെറിയ കുട്ടികൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തു കൊടുക്കുക, ഒരു ഡിഗ്രി എടുക്കുക, അങ്ങനത്തെ ഒരു തോട്ട് വെച്ചിട്ട് ഈ സൈക്കോളജി ചൂസ് ചെയ്തത്. ഓക്കെ, താങ്ക് യു. താങ്ക് യു. ഓക്കെ, ആരാണ് നെക്സ്റ്റ്? ഹായ്, ഐ എം സജ്ന. ഞാൻ കോഴിക്കോട് എന്നാണ് വരുന്നത്. ഞാനൊരു ടീച്ചറാണ്. അപ്പം ഞാൻ സൈക്കോളജി എടുക്കാനുള്ള മെയിൻ റീസൺ എന്ന് പറഞ്ഞാല് എന്റെ ക്ലാസ്സിൽ കുറെ ഹൈപ്പർ ആക്റ്റീവ്സ് ആയിട്ടുള്ള കുട്ടികളുണ്ട്. അപ്പം ഞങ്ങൾക്ക് ട്രെയിനിങ് പീരീഡിൽ ഒരു സബ്ജക്റ്റ് ഉണ്ടായിരുന്നു, ചൈൽഡ് സൈക്കോളജി എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ആ ഒരു വിഷയത്തിലേക്ക് ആ ട്രെയിനിങ് അറ്റൻഡ് ചെയ്തതോടുകൂടി വല്ലാത്തൊരു ഇഷ്ടം. കാരണം നമ്മള് ഹൈപ്പർ ആക്റ്റീവ് ആയിട്ട് വരുന്ന കുട്ടികളെ നമ്മൾ ട്രീറ്റ് ചെയ്യേണ്ടത് എങ്ങനെയാണ്, അവരെ എങ്ങനെ നല്ല മോൾഡ് ചെയ്തെടുക്കാന്നൊക്കെ ആ ഒരു സബ്ജക്റ്റിൽ ഞങ്ങൾക്ക് പഠിക്കേണ്ടതായിട്ടുണ്ടായിരുന്നു. അപ്പം ഇതൊരു മെയിൻ സബ്ജക്റ്റ് ആക്കിയാൽ ഒരുപാട് ഉപകാരം എന്റെ ഈ ഫീൽഡ്, ടീച്ചിങ് ഫീൽഡിന് തന്നെ ഉണ്ടാവുന്ന കരുതിയിട്ടാണ് ഞാൻ ഈ സൈക്കോളജി ചൂസ് ചെയ്തത്. പിന്നെ എന്റെ സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ ഐ എം ഹോണസ്റ്റ് ആൻഡ് ഫ്ലെക്സിബിൾ ആൻഡ് വേഴ്സറ്റൈൽ. ഓക്കെ, 3 ക്വാളിറ്റീസ് ഒക്കെ പറഞ്ഞിട്ടുണ്ടല്ലേ സജ്ന? യെസ് യെസ്. ഓക്കെ, താങ്ക് യു. ഇനി ഒരാളും കൂടെ ഒന്ന് മുന്നോട്ട് വന്നു കഴിഞ്ഞിട്ട് നമുക്ക് ഒരു ഗെയിം കൂടെ കളിക്കായിരുന്നു. ഹലോ, ഓക്കെ. എന്റെ പേര് സഹല ഇസ്മായിൽ. ഞാൻ +2 ഈ വർഷമാണ് +2 പാസ് ഔട്ട് ആയത്. അപ്പോ ഓക്കെ, ഭയങ്കര ഒരു അല്ല, എന്താണ് ഓൺലൈൻ എഡ്യൂക്കേഷൻ ചൂസ് ചെയ്യാൻ കാരണം? അത് ഞാനൊരു കോഴ്സ് ചെയ്യണ്ട് 6 മന്ത്സിന്റെ. അപ്പൊ അതിന്റെ ഒപ്പം തന്നെ ഡിഗ്രി എടുക്കാന്ന് ഓർത്തു. ഓക്കെ ഓക്കെ, പറഞ്ഞോളൂ ബാക്കി പറഞ്ഞോളൂ. എവിടെയാ സ്ഥലമൊക്കെ എവിടെയാ? ഞാൻ ആലുവ, എറണാകുളം. അപ്പോ ഞാൻ ഫാമിലിന്റെ മുമ്പിൽ ഭയങ്കര ഇൻട്രോവേർട്ട്, സൈലന്റ് ഒക്കെയാണ്. ഫ്രണ്ട്സിന്റെ മുമ്പിൽ ഭയങ്കര എക്സ്ട്രോവേർട്ട് ആണ്. പിന്നെ സൈക്കോളജി തന്നെ ഡിഗ്രി ചൂസ് ചെയ്യാൻ കാരണം എന്തായിരുന്നു? സൈക്കോളജി എനിക്ക് ഒരാളിനെ മനസ്സിലാക്കണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്, ആൾക്കാരെ. പിന്നെ സെഞ്ചർ ഒരു വലിയ പ്രശ്നമായിരുന്നല്ലോ. അപ്പോ അടുത്ത് എന്റെ സൈക്കോളജി മാത്രമേ ഉണ്ടായുള്ളൂ. ഞാൻ സയൻസ് ആയിരുന്നു മെയിൻ ആയിട്ട് നോക്കിയത്. പിന്നെ ഇതും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ സ്ട്രെങ്ത് എന്ന് പറയാനായിട്ട് ഞാൻ പെട്ടെന്ന് ട്രസ്റ്റ് ചെയ്യും. അതിനെ എന്റെ ഡിസഡ്വാൻറ്റേജ്. ഒരാളെ ട്രസ്റ്റ് ചെയ്യും പെട്ടെന്ന്. ഓക്കെ, അത് നല്ലൊരു സ്ട്രെങ്ത് ആണല്ലോ. നമ്മളിപ്പോ ഒരാളെ ഇപ്പോ നമുക്ക് ഈ ഒരു സമയത്ത് നമുക്ക് ആരെയും നമുക്ക് വിശ്വാസം ഉണ്ടാവില്ല. നമ്മള് ഇപ്പൊ പ്രത്യേകിച്ച് ഓൺലൈനും പിന്നെ നമ്മൾ ഇപ്പത്തെ ഒരു ജനറേഷനിലൊക്കെ നമ്മൾ ഒരാളെ ട്രസ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ ഒരാളെ, പക്ഷെ അത് നേരെ ഒരു നെഗറ്റീവ് ആയിട്ട് വരാറുണ്ടോ? കുറച്ചൊക്കെ. പിന്നെ ഡിസഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ എനിക്ക് കുറച്ച് പേടി കൂടുതലാണ്. അപ്പൊ അതൊക്കെ ഒരു ഇത് തന്നെയാണ് എടുക്കാൻ കാരണം. അതൊക്കെ നമുക്ക് മാറ്റിയെടുക്കാം. ഇങ്ങനത്തെ ഒരു 2-3 സെഷൻ കഴിയുമ്പോഴത്തേക്കൊക്കെ പേടി പോയിക്കോളൂ കേട്ടോ. ഓക്കെ, അപ്പൊ വൈഷ്ണവി മാം. യെസ്, നമുക്ക് ലാസ്റ്റ് ഒരു ഗെയിം കളിച്ചിട്ട് വൈൻഡപ്പ് ചെയ്യാം. സോ നമുക്കിപ്പോ ഓൾറെഡി 7:45 അല്ലേ? പക്ഷെ എല്ലാവരും ക്യാമറ ഒക്കെ ഓൺ ആക്കിക്കേ. ഇവിടെ കുറെ പേര് വീണ്ടും ഒളിച്ച് ക്യാമറ ഒക്കെ ഓഫ് ആക്കി കംഫർട്ട് സോണിൽ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് കണ്ടിട്ട്. അപ്പൊ എല്ലാവരും ക്യാമറ ഒക്കെ ഓൺ ആക്കിയാൽ നമുക്ക് ഗെയിം ഒക്കെ ഉഷാറായിട്ട് കളിക്കാം. ഈ ഒരു ഗെയിം എന്ന് പറയുന്നത് നിങ്ങൾ ഒന്ന് ഓടിക്കളിച്ച് ചാടേണ്ട ഒരു ഗെയിമാണ് കേട്ടോ. അപ്പോ ഒന്ന് ഫോണൊക്കെ ഒന്ന് ചാരിയിട്ടൊക്കെ വെക്കുക എവിടെയെങ്കിലും, സോ ദാറ്റ് നമുക്കൊന്ന് ഓടിക്കളിക്കേണ്ട ഒരു ഗെയിമാണിത്. ഒന്ന് ഉഷാറായിട്ട് നിങ്ങൾ എല്ലാവരും ഒരു 18 വയസ്സിലേക്ക് പോകേണ്ട ഒരു ഗെയിമാണിത് കേട്ടോ. അപ്പൊ അതുകൊണ്ട് എല്ലാവരും ക്യാമറ ഒക്കെ ഓൺ ആക്കി കഴിഞ്ഞാൽ നമുക്ക് ഗെയിം തുടങ്ങാം. അക്ഷര, നമുക്ക് സ്ക്രീൻ ഷെയർ ചെയ്യാം.
ഓക്കെ, സോ ഈ ഒരു ഗെയിമിന്റെ പേരാണ് ഗ്രാബ് ആൻഡ് റൺ കേട്ടോ. ഗ്രാബ് ആൻഡ് റൺ. എന്താണ് ഗ്രാബ് ആൻഡ് റൺ എന്ന് പറഞ്ഞാല്? നമ്മളൊരു സാധനം എടുക്കുന്നു, കൊണ്ടുപോയി സ്ക്രീനിന്റെ ക്യാമറ എവിടെയാണോ അവിടെ കൊണ്ടുപോയി കാണിക്കുന്നു. ഓക്കെ, സോ ഈ പറഞ്ഞ സ്ക്രീനിൽ ഒരു സാധനത്തിന്റെ ഫോട്ടോ അല്ലെങ്കിൽ പേര് കൊടുത്തിട്ടുണ്ടാവും. ആ സാധനം നിങ്ങളുടെ വീട്ടിൽ എവിടെയെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അത് എടുക്കുക, വന്നിട്ട് നമുക്ക് കാണിച്ചു തരാം. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എല്ലാരും ഒന്ന് മൈക്കൊക്കെ അൺമ്യൂട്ട് ചെയ്തിട്ട് യെസ് എന്ന് പറഞ്ഞേ. സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ സ്റ്റാർട്ട് ചെയ്യാം. സ്റ്റാർട്ട് ചെയ്യാം. പോരാ എനർജി പോരാ. പറയുന്ന ആൾക്കാർ തന്നെ പിന്നെയും പറയുന്നതേ ഉള്ളൂ. കുറെ ആൾക്കാർ മിണ്ടാതെ മൈക്കൊക്കെ ഓഫ് ചെയ്തിരിക്കുന്നുണ്ട്. അവരൊക്കെ ഒന്ന് പുറത്ത് വാ. കുറെ ആൾക്കാർ മിണ്ടാതെ ഇരിക്കുന്നുണ്ട്. എല്ലാവരും ഒന്ന് യെസ് പറഞ്ഞാൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, എന്നാ അക്ഷര നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഗ്രാബ് ആൻഡ് റൺ ആണ് ഈ ഒരു ഗെയിം. ഇപ്പൊ വൈഷ്ണവി മാം അതിന്റെ ഇൻസ്ട്രക്ഷൻ ഒക്കെ പറഞ്ഞു തരും. അതൊക്കെ ശ്രദ്ധിച്ച് കേൾക്കുക കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ഇമേജ് കാണിക്കും. ആ ഇമേജ് നിങ്ങൾ ഓടിപ്പോയി എടുത്തിട്ട് വരിക. നമുക്ക് കുറച്ച് സമയം കിട്ടുള്ളൂ കേട്ടോ. ഓരോ ഇമേജ് കാണിക്കുമ്പോൾ കുറച്ച് സമയം കൊണ്ട് നിങ്ങൾ ഓടിപ്പോയി എടുത്തിട്ട് വരിക, സ്ക്രീനിൽ കാണിക്കാം. ഓക്കെ, സോ ഫസ്റ്റ് ഒബ്ജക്റ്റ് നമുക്ക് നോക്കാം എന്താണ്. ബുക്കാണ്. വേഗം ബുക്കൊക്കെ ഓടിപ്പോയി എടുത്തിട്ട് വന്ന എല്ലാവരും. ഓ നൈസ്. നിവേദിതയ്ക്ക് കിട്ടി, സജനയ്ക്ക് കിട്ടി, സുജിക്ക് കിട്ടി. യെസ് എല്ലാവർക്കും കിട്ടിയല്ലോ. ബുക്കൊക്കെ എടുത്തോണ്ട് വരുന്നുണ്ട് എല്ലാവരും. ഓക്കെ, അഭിഷേക് കിട്ടി, ഉമേരക്ക് കിട്ടി. ജിജോ കാണിക്കുന്നുണ്ട്. യുസ്രയ്ക്ക് കിട്ടിയോ ബുക്ക്? കിട്ടി. ഓക്കെ, നൈസ്. പ്രസൂലിന് കിട്ടി. എല്ലാവർക്കും കിട്ടിയില്ലേ ബുക്ക്? എല്ലാരും ബുക്കൊക്കെ എടുത്തോണ്ടായിരുന്നല്ലേ ഈ സെഷൻ അറ്റൻഡ് ചെയ്തത്? ഓക്കെ, നമുക്ക് അടുത്ത സാധനത്തിലോട്ട് പോവാം. അടുത്ത ഒബ്ജക്റ്റ് നോക്കാം. കപ്പ്. ഓ, കപ്പൊക്കെ അടുത്ത് വെച്ചിരിക്കുന്നുണ്ട് എല്ലാവരും. ഓൾറെഡി ഉണ്ടായിരുന്നു. കപ്പ് എവിടെ? ജുബീഷ കപ്പ് എടുക്കാൻ പോയി തോന്നുന്നു. കിട്ടി. ഓക്കെ, കിട്ടിയവര് കിട്ടിന്ന് പറയണം കേട്ടോ. ഓക്കെ, സൂസന് കിട്ടി. ഓക്കെ, നൈസ്. എല്ലാവർക്കും കിട്ടിയിട്ടുണ്ട്. വിനോദിന് അങ്ങ് താല്പര്യം ഇല്ലാന്ന് തോന്നുന്നു കളിക്കാനായിട്ട്. എടുത്തു. ഓക്കെ, സോ നമുക്ക് അടുത്ത സാധനത്തിലോട്ട് പോവാം. ഇനി ബട്ടൺ ഉള്ള എന്തെങ്കിലും ഒരു സാധനം എടുക്കുക. ബട്ടനുള്ള എന്തും ആവാട്ടോ. ബട്ടണുള്ള കിട്ടി. ഡ്രസ്, ഷർട്ട്, കൊട, ഐഫോണിന് ബട്ടൺ ഉണ്ട്. ഓക്കെ. എല്ലാവർക്കും മിക്കവർക്കും കിട്ടിയെന്ന് തോന്നുന്നു അല്ലെ ബട്ടണുള്ള സാധനങ്ങളൊക്കെ. ഓക്കെ, സൂസനെ കിട്ടി. സൂസൻ ബട്ടൺ മാത്രം മകനെ കൊണ്ട് എടുപ്പിച്ചിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, അടുത്തതിലോട്ട് പോവാം നമുക്ക്. ഓക്കെ, കണ്ണട കുറെ പേർക്ക് ഉണ്ട് ഇവിടെ മുഖത്ത്, അതുകൊണ്ട് പിന്നെ പ്രശ്നമില്ല. വിനോദിന് ഓൾറെഡി ഉണ്ട്. എടുക്കുന്നില്ലേ? അതെ, അഭിഷേക് ഉണ്ട്, റസൂലിനുണ്ട്. ഓക്കെ, മിക്കവർക്കും കണ്ണട കയ്യിലുണ്ട്. അഭിനവനുണ്ട്. ഓക്കെ, എനിക്ക് കിട്ടിയില്ല കാരണം ഇവിടെ കണ്ണടക്കണ ആരുമില്ല. കണ്ണട ഇല്ല. ഓക്കെ, കുഴപ്പമില്ല. എന്റെ വീട്ടിലല്ലേ കണ്ണടക്കണ ആരുമില്ല. ഓക്കെ, എല്ലാവർക്കും കിട്ടി കണ്ണടയൊക്കെ അല്ലെ. എന്നാ നമുക്ക് അടുത്തിലോട്ട് പോവാം. സംതിങ് ഇൻ വുഡ്. മരത്തിന്റെ എന്തെങ്കിലും ചെറിയ സാധനം മതി, വലിയ സാധനം വേണമെന്നില്ല. ചെറിയ എന്തെങ്കിലും മരത്തിന്റെ എന്തെങ്കിലും. ഇത് അമ്മയുടെ ഓക്കെ, എല്ലാവരും പല പല സാധനങ്ങൾ കൊണ്ടുവരുന്നുണ്ടല്ലോ മരത്തിന്റെ. സാലത ചെയറൊക്കെ കാണിക്കുന്നു. അതെ, സുജി പെൻസിൽ കാണിക്കുന്നതാ. പെൻസിൽ കാണിക്കുന്നു. എന്തൊക്കെയോ എടുത്തു വരുന്നുണ്ട് കേട്ടോ. അതെ, എല്ലാവരുടെയും കാണുന്നുണ്ട് കേട്ടോ. കണ്ടു ഇരുന്നോളൂ. വെരി ഗുഡ്.
ഇനി നമുക്ക് അടുത്തിലോട്ട് പോവാം അക്ഷര. ചാർജർ ചാർജർ ചിലപ്പോ അടുത്ത് തന്നെ ഉണ്ടാവും അല്ലെ, ഫോണിന്റെ അടുത്ത് തന്നെ ഉണ്ടാവാം. കിട്ടി, റസൂലിന് കിട്ടി ചാർജർ. എല്ലാവരുടെ കയ്യിലും ചാർജർ ഉണ്ട്. യെസ് 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 യെസ്. ഓക്കെ, സഹലക്ക് കിട്ടി, സജനക്ക് കിട്ടി. ഓക്കെ, എല്ലാവർക്കും കിട്ടിയില്ലേ ചാർജർ? കിട്ടിയില്ലേ? നിങ്ങൾ ആരും എന്തോന്ന് പറയാത്തെ? കിട്ടി. ഓക്കെ, അപ്പൊ വൈഷ്ണവി മാം അടുത്തതിലേക്ക് പോട്ടെ. അടുത്തതിലോട്ട് പോവാം നമുക്ക്. യെസ്, സംതിങ് ഇൻ റെഡ്. റെഡ് ഷോള്. റുബിക്സ് ക്യൂബില് റെഡ് ഉണ്ട്. ഓക്കെ, റുബിക്സ് ക്യൂബിൽ എല്ലാ കളറും ഉണ്ട് കേട്ടോ യുസ്ര. റെഡ് പോരെ, റെഡ് കിട്ടിയാ പോരെ. ഓക്കെ, എല്ലാവരിലും റെഡ് ഉണ്ട് കളറ്. ഓക്കെ, ഫാത്തിമയുടെ കയ്യിലുണ്ട്, ശ്രീലക്ഷ്മിയുടെ കയ്യിലുണ്ട്, സഹല കൊടയൊക്കെ കാണിക്കുന്നുണ്ട്. ഓക്കെ, സജന റെഡ് ഷോൾ ഇട്ടിട്ടാണ് ഇരിക്കുന്നത് തന്നെ. ഓക്കെ ഓക്കെ, ക്ലോക്ക് കാണിക്കുന്നുണ്ട്. ഓക്കെ, കണ്ണാട കാണിക്കുന്നുണ്ട്. എല്ലാവരും തപ്പിപ്പിടിച്ച് കൊണ്ടുവന്നു. ഇനി നമുക്ക് അടുത്തതിലോട്ട് പോവാം. വേസ്റ്റ് ബാസ്കറ്റ് ഒക്കെ ആരോ കാണിക്കുന്നുണ്ട് അവിടെ റെഡ് കളറില്. ഓക്കെ, നിവേദിത. ഓക്കെ, നമുക്ക് എന്നാ അടുത്തതിലോട്ട് പോവാം. വാട്ടർ ബോട്ടിൽ. അതെല്ലാവരുടെ കയ്യിലും ഉണ്ടാവും അല്ലെ, അടുത്ത് തന്നെ. ദർശനയുടെ കയ്യിലുണ്ട്, നിമിഷയുടെ കയ്യിലുണ്ട്, റസൂലിന്റെ കയ്യിലുണ്ട്, എല്ലാവരുടെ കയ്യിലും. എല്ലാവരും വെള്ളമൊക്കെ കൊണ്ടാണ് ഇരിക്കുന്നത്. റുബീഷ, വെരി ഗുഡ് വെരി ഗുഡ്. എല്ലാവർക്കും കിട്ടി. ഉമേറയ്ക്ക് കിട്ടി. ഓക്കെ, സാലിക്ക് കിട്ടി, എല്ലാവർക്കും കിട്ടി. എന്നാൽ നമുക്ക് നെക്സ്റ്റിലോട്ട് പോകാം. ഇത് കുറച്ചും കൂടി എളുപ്പമാണെന്ന് തോന്നുന്നു അല്ലെ, അടുത്ത് തന്നെ ഉള്ളതുകൊണ്ട്. നെക്സ്റ്റ്, സ്കെച്ച് പെൻ. ഇത് കുറച്ച് തപ്പേണ്ടി വരും. ഒരൊറ്റ ഓട്ടമായിരുന്നു അത് കണ്ടോടനെ. കുട്ടികളുടെ വീട്ടിലുണ്ടാകും സ്കെച്ച് പെൻസ്. സജനയുടെ ഒരു ഡസൻ തന്നെ ഉണ്ട്. പൊട്ടിക്കാത്ത കവറ്. റസൂൽ ഓടുന്നില്ലേ? സഹല കൊണ്ടുവന്നു. നിമിഷയുടെ കയ്യിലുണ്ട്. കിട്ടിയവര് കിട്ടിയെന്ന് പറയണം, നിങ്ങളല്ലേ അറിയുള്ളൂ. കിട്ടി. ഇല്ല, മിക്കവരുടെയും കയ്യിലുണ്ട് അല്ലെ സ്കെച്ച് പെൻസ് ഒക്കെ. എല്ലാവരും കുട്ടികളുടെ ശേഖരത്തിൽ നിന്നൊക്കെ പോയിട്ട് എടുത്തോണ്ട് വന്നതാണ് സ്കെച്ച് പെന്നൊക്കെ. അതെ, കിട്ടി. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് സാധനത്തിലോട്ട് പോവാം. സംതിങ് ദാറ്റ് ഇസ് ഷാർപ്പ്. മൂർച്ചയുള്ള എന്തെങ്കിലും. എല്ലാരും അടുക്കളയിലേക്കാന്ന് തോന്നുന്നു. ഓട്ടം ഓടുന്നുണ്ട്. കത്തിരി, കത്തി. ഓ, സഹല മീൻ അതെ, കിട്ടി. രൂപീഷയ്ക്ക് കത്തിയും കത്തിരിയും. ഓക്കെ, എല്ലാരും കത്തിരിയും കത്തിയാണ്. ഓക്കെ ഓക്കെ ഓക്കെ, എല്ലാവർക്കും കിട്ടിയിട്ടുണ്ട് അല്ലെ. എന്നാ നമുക്ക് അടുത്തതിലോട്ട് പോവാം. എന്താ പറഞ്ഞ ഞാൻ ഹെഡ്സെറ്റ് അടുത്ത് തന്നെ ഉണ്ടാവും അല്ലെ, മിക്കവർക്കും കയ്യിൽ തന്നെ ഉണ്ടാവുന്ന ഒരു സാധനമാണ്. ചെവിയിൽ ഓൾറെഡി വെച്ചിട്ടുണ്ട് കുറച്ച് പേര്. ഫാഷനൊക്കെ പോയില്ലേ, ഇപ്പൊ എല്ലാം ബ്ലൂടൂത്ത് അല്ലേ. അതെ അതെ, ഏതായാലും മതി. അതെ, വയറുള്ളത് വേണമെന്നൊന്നുമില്ല, വയർലെസ് ആയാലും കുഴപ്പമില്ല. സഹലക്ക് കിട്ടി, ഉമ്മയ്ക്ക് കിട്ടി. ഓക്കെ, മിക്കവരുടെയും കയ്യിലുണ്ട്, അതുകൊണ്ട് വലുതായിട്ടോ. സജന എന്ത് പറ്റി? അവിടെ സെറ്റാക്കി പോയല്ലോ, കിട്ടിയില്ല. കുഴപ്പമില്ല കുഴപ്പമില്ല കുഴപ്പമില്ല. ഓക്കെ, എല്ലാവർക്കും കിട്ടി. നമുക്ക് അടുത്തതിലോട്ട് പോവാം. അക്ഷര, ബാഗ്, ഹാൻഡ് ബാഗ്. സഹലയ്ക്ക് അടുത്ത് തന്നെ ഉണ്ട്. ശ്രീലക്ഷ്മിക്ക് കിട്ടി, ഉമേറ, എല്ലാവർക്കും ഉണ്ട്. ജുബീഷ. ഓക്കെ, അഭിനവന്റെ കയ്യിലുണ്ട്, സുജിയുടെ കയ്യിലുണ്ട്. ഓക്കെ,
ഏത് ബാഗ് ആയാലും നിമിഷയുടെ മതി കേട്ടോ. കണ്ടു. ഓക്കെ, ഏത് ബാഗ് ആയാലും മതി. ഹാൻഡ് ബാഗ് ഇല്ലാത്തവര് ഇങ്ങനെ ചുറ്റും നോക്കണ്ട കേട്ടോ. ഏതായാലും മതി. അതെ കിട്ടി. ഓക്കെ ഓക്കെ ഓക്കെ, എല്ലാവരുടെയും കാണുന്നുണ്ട് കേട്ടോ. ബാഗുകളൊക്കെ പല നിറത്തിലുള്ള ബാഗുകൾ കാണാൻ ഞങ്ങൾക്ക്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത സാധനത്തിലോട്ട് പോവാം. സംതിങ് ദാറ്റ് ഇസ് സോഫ്റ്റ്, എന്തെങ്കിലും സോഫ്റ്റ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു സാധനം. പില്ലോ. ആ ഓക്കെ, യുസ്രയ്ക്ക് ആദ്യം തന്നെ കിട്ടി. സോഫ്റ്റ് ടോയ് കിട്ടി. കുറച്ചു പേര് ടോയ്സ് ഒക്കെ എടുത്തു വരുന്നുണ്ട്. പില്ലോ കാണിക്കുന്നുണ്ട്. സജനയ്ക്കും കിട്ടി. കുഷൻ പില്ലോ കിട്ടി. പില്ലോ വരുന്നുണ്ട്. ജുബീഷ് എന്തോ എടുത്തിട്ട് വരുന്നുണ്ടല്ലോ. സോക്സ് ആണോ? ടവലോ? ടവല്. ഓക്കെ ഓക്കെ. സൂസന്റെ കയ്യില് പഞ്ഞി. വൈഷ്ണവി മാം, വിനോദ് കുമാർ എന്തോ കാണിക്കുന്നുണ്ടായിരുന്നു. ഇവര് ഇത്രയും നേരം കാണുന്നില്ല അതെന്താ സംഭവം. എന്താണ്? അൺമ്യൂട്ട് ചെയ്തോന്ന് പറയോ? സ്പോഞ്ച് ആണോ? ഓക്കെ സ്പോഞ്ച്. ഓക്കെ, നമുക്ക് അടുത്തയിലോട്ട് പോയാലോ? അങ്ങനെയാണെങ്കിൽ ടവൽ ഓടി ടവൽ എടുക്കാനായിട്ട്. വിനോദ് കുമാറിന്റെ കയ്യിൽ ഓൾറെഡി ഉണ്ട് ടവല്. അടുത്ത് തന്നെ സുജിയുടെ കയ്യില് കിട്ടി. ഉമേറ കിട്ടി. ഓക്കെ, നിമിഷ, സഹല, അഭിനവന്. ഓക്കെ, ഫാത്തിമയ്ക്ക് കിട്ടി. ഓക്കെ, മിക്കവർക്കും കിട്ടിയില്ല. എല്ലാവരും എടുത്ത് കൊണ്ടുവന്ന് എങ്ങനെയൊക്കെ ഒപ്പിച്ചു ടവലൊക്കെ. ഓക്കെ, ഗുഡ്. നമുക്ക് അടുത്തയിലോട്ട് പോവാട്ടോ. അങ്ങനെയാണെങ്കിൽ ഗ്ലാസ്, വെള്ളമല്ല ഗ്ലാസ് കേട്ടോ. നിമിഷയുടെ കയ്യിലുണ്ട് ഗ്ലാസ്. ഓക്കെ, സഹല ഓടി വരാം. മെല്ലെ വന്നാ മതി കേട്ടോ സഹല, വീഴണ്ട. ഓക്കെ, യൂസ്രയ്ക്ക് കിട്ടി. റസൂലത്ത് കപ്പല്ലേ? വിനോദ് കുമാറിന് കിട്ടി. ശ്രീലക്ഷ്മി, ഉമേറ. ഓക്കെ, അഭിനവിന് കിട്ടി. ഓക്കെ, മിക്കവർക്കും കിട്ടി. കപ്പ്, ഗ്ലാസ് ഒക്കെ എടുത്ത് വരുന്നുണ്ട് ആൾക്കാര്. ഓക്കെ, എന്നാ നമുക്ക് അടുത്ത സാധനത്തിലോട്ട് പോവാം. കഴിഞ്ഞു തോന്നുന്നു അല്ലെ? യെസ്, നമ്മുടെ ഗെയിം കഴിഞ്ഞു. എങ്ങനെ ഉണ്ടായിരുന്നു? ഒന്ന് വാമപ്പ് ആയില്ലേ? ഒരു എക്സസൈസ് പോലെ ആയില്ലേ? ഒന്ന് ഓടിയപ്പോ നീ കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ തിരിച്ച് ഇത് കഴിഞ്ഞിട്ട് കൊണ്ടുവച്ചാ മതി കേട്ടോ. ഓക്കെ, അപ്പം എന്താണ്, എങ്ങനെയുണ്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്? നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ആരെങ്കിലും മുന്നോട്ട് വന്നിട്ട് ഈ ഒരു സെഷൻ എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് വന്നിട്ട് പറയാമോ? ആരാണ് പറയാ? ആരാണ്? സാക്കിയാണോ? കേക്കാം. സാക്കിയ, ക്യാമറ ഓൺ ആക്കാൻ പറ്റുമോ? കുഴപ്പമില്ല, പറഞ്ഞോളൂ. നല്ല രസമുണ്ട്. എല്ലാവരും ഓടിപ്പോയി ഇരിക്കണ കാണാൻ. നല്ല തലവേദന, നല്ല പനി, ഓടിപ്പോയി എടുക്കാൻ വയ്യ. മൈഗ്രൈൻ ഓടിപ്പോയാൽ അവിടെ വൈകിട്ട് ആരെങ്കിലും എടുത്ത് തരേണ്ടി വരും. നിന്നിട്ടില്ല. നല്ല രസമുണ്ട് കാണാൻ. പിന്നെ ഒത്തിരി ആൾക്കാരെ സ്ട്രെങ്ത്തും അതുപോലെ എന്തുകൊണ്ടാണ് കോഴ്സ് എടുക്കാൻ കാരണം എന്നൊക്കെ കേട്ടപ്പോൾ കുറെ കാര്യങ്ങളൊക്കെ ഉള്ളോട്ട് കൊണ്ട് നന്നായിട്ട് എനിക്ക് കുറച്ചൊക്കെ റിലേറ്റ് ചെയ്യാൻ പറ്റി. സന്തോഷമുണ്ട്. പിന്നെ ഒരുപാട് ആഗ്രഹിച്ചിട്ടാണ് കോഴ്സ് എടുത്തത്. ഞാനിപ്പോ +2 കഴിഞ്ഞിട്ടുള്ളൂ. +2 കഴിഞ്ഞ് ഡിഗ്രി എടുത്തതാണ്. സൈക്കോളജി പൊതുവെ മുന്നേ എന്തുകൊണ്ടാന്ന് അറിയില്ല, ആദ്യം എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. എന്തോ മെന്റലിസ്റ്റ് അനന്തിനെ കണ്ടോണ്ടാണോന്ന് അറിയില്ല, ആളെ ഭയങ്കര കാര്യമാണ്. അതുകൊണ്ട് ആദ്യമൊക്കെ വിചാരം സൈക്കോളജി എന്ന് പറഞ്ഞാല് മറ്റുള്ളവരുടെ മനസ്സ് വായിക്കാൻ പറ്റുന്ന എന്തോ സംഭവമാണെന്ന്. പിന്നെ അതിങ്ങനെ ഗ്രാജുവലി കുറഞ്ഞു. പിന്നെ +1 എത്തിയ അന്ന് തൊട്ട് തുടങ്ങിയതാണ് സൈക്കോളജിയെ കുറിച്ചിട്ട് കൂടുതൽ ഇങ്ങനെ റിസർച്ച് ചെയ്യാൻ. റിസർച്ച് പറഞ്ഞാൽ അങ്ങനെയൊന്നുമില്ല, കുറച്ച് ഞാൻ അന്വേഷിച്ച് സൈക്കോളജി അങ്ങനെ ഒരുപാട് ഭയങ്കര ഇഷ്ടമായിരുന്നു. സൈക്കോളജി എടുക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര ആഗ്രഹമായിരുന്നു. പിന്നെ കുറെ തപ്പി നടന്ന് ഒരുപാട് കാലത്ത് ഇറങ്ങി നടന്നിട്ടാണ് എനിക്ക് ഇങ്ങനെ കിട്ടിയിട്ടുള്ളത്. കാരണം ഞങ്ങളുടെ കോളേജിൽ ഒരുപാട് പേരൊന്നും സൈക്കോളജിക്ക് ഇല്ല. ക്ലാസ്സിൽ ഭൂരിപക്ഷം ആൾക്കാർ എടുക്കുന്ന സബ്ജക്റ്റിന് മാത്രമേ അവിടെ ക്ലാസ് കൊടുക്കുള്ളൂ.
അപ്പൊ ഞങ്ങൾക്ക് ക്ലാസ് കിട്ടാത്തോണ്ട് തന്നെ ഞങ്ങൾ ഒറ്റയ്ക്ക് ഇരുന്ന് പഠിക്കണം. ഞങ്ങൾ 2 പേരേ ഉള്ളൂ, ഞങ്ങൾ ഒറ്റയ്ക്ക് ഇരുന്ന് പഠിക്കണം. അങ്ങനെ ഞങ്ങൾ അവിടുത്തെ ടീച്ചർ പറഞ്ഞാണ് ഇങ്ങനെ എന്തെങ്കിലും ഒരു ഓൺലൈൻ കോഴ്സ് എടുത്താലേ നമുക്കിത് പറ്റുള്ളൂ, ഒരു മെന്റർ ഇല്ലാണ്ട് നമുക്കിത് പറ്റൂല എന്ന് പറഞ്ഞപ്പോ തെരഞ്ഞ് എന്റെ ഉള്ളിൽ എനിക്ക് കിട്ടിയതാണ്. ഒരുപാട് തെരഞ്ഞെടുത്താണ്, ഒരുപാട് അന്വേഷിച്ചിട്ട് കിട്ടിയതാണ്. നല്ല സന്തോഷമുണ്ട്. ഞാന് ആഗ്രഹിച്ചെടുത്താണ്. അപ്പൊ കഷ്ടപ്പെട്ട് പഠിക്കണേക്കാളും ഇഷ്ടപ്പെട്ട് പഠിക്കണതായിരിക്കുമല്ലോ കുറച്ചുകൂടി ഫലം കൂടുതലുള്ളത്. അപ്പൊ പിന്നെ അതുകൊണ്ടൊക്കെ എടുത്താണ്. എന്തായാലും എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്, എല്ലാരെയും കാണാൻ പറ്റിയതിൽ സന്തോഷം. ഉള്ളതിൽ ഏറ്റവും ചെറുതായിട്ടിരിക്കണ ഞാനും സഹലയാണെന്ന് തോന്നുന്നു. ബാക്കി എല്ലാവരും വലിയ വലിയ ചേച്ചിമാരും, വലിയ വലിയ അല്ല ചേച്ചിമാരും താത്തമാരും ചേട്ടന്മാരൊക്കെയാണ്. സന്തോഷമുണ്ട്. അച്ചാച്ചന്മാരുണ്ട്, അച്ചാച്ചന്മാര്. ഓക്കെ, ഭയങ്കര സന്തോഷമുണ്ട്. തുടർന്ന് നിങ്ങളെല്ലാരും ഒരുമിച്ച് ഒപ്പരം ഉണ്ടാവുമെന്ന് ഇച്ഛിക്കുന്നു. എല്ലാവർക്കും നന്നായിട്ട്. താങ്ക് യു സക്കിയ, താങ്ക് യു സോ മച്ച്. വേറെ ആരെങ്കിലും മുന്നോട്ട് വരാമോ? ഓക്കെ, ഞാൻ പറയാം. എന്റെ പേര് വിനോദ് കുമാർ. ഞാൻ വീട് തൃശ്ശൂർ അത്താണിയിലാണ്. ഞാൻ സ്റ്റാർ ഹെൽത്ത് ഇൻഷുറൻസിന് സീനിയർ സെയിൽസ് മാനേജറായിട്ട് വർക്ക് ചെയ്യുന്നു. എനിക്കൊരു 150 അഡ്വൈസേഴ്സിന്റെ താഴെ വർക്ക് ചെയ്യുന്നുണ്ട്. അവരെന്നെ ഒന്ന് മെരുക്കിയെടുക്കാൻ സൈക്കോളജി ഗുണം ചെയ്യുമെന്ന് കൊണ്ടാണ് ഞാൻ ഈ കോഴ്സ് എടുത്തത്. എന്റെ സ്ട്രെങ്ത് എന്താണെന്നുള്ളത് ഞാൻ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇതുവരെ കണ്ടെത്തിയിട്ടില്ല. എന്റെ വീക്ക്നെസ്, ഞാനൊരു ഹാൻഡിക്കേപ്ഡ് ആണ്. വലത് കാലിന് ചെറിയൊരു പോളിയോ ബാധിച്ചിട്ട് ചെറിയൊരു ഇഷ്യൂള്ള ആളാണ്. എന്നാ അത്ര വലിയ പ്രശ്നമില്ല. ബൈക്ക് ഓടിക്കാൻ, കാർ ഓടിക്കാൻ മുന്നോട്ട് പോകും. എന്തായാലും ഇന്ന് മുഴുവൻ ആളുകളെയും പരിചയപ്പെടാൻ സാധിച്ചിട്ടില്ല. ഇനി വരും ദിവസങ്ങളിൽ ബാക്കിയുള്ളവരെ പരിചയപ്പെടാൻ സാധിക്കുമെന്ന് വിചാരിക്കുന്നു. ഞാൻ അച്ചാച്ചന്മാരുണ്ടെന്ന് പറയാൻ കാരണം എനിക്ക് 51 വയസ്സ് ഓൾറെഡി ഉണ്ട്. ഞാൻ ഡിഗ്രി ബികോം കേരളത്തിൽ പഠിച്ചതാണ്. എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല ചില ജീവിത സാഹചര്യങ്ങളിൽ. ഇപ്പോ ടീം അംഗങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ ബിസിനസ് അവരെ വരുന്നുണ്ട്. അപ്പൊ സമയം നമുക്ക് എക്സ്ട്രാ ഉണ്ട്. അപ്പൊ എന്തായാലും ഒരു ഡിഗ്രി എടുക്കാം എന്നുള്ളൊരു ഉദ്ദേശത്തിലാണ് ഇവിടെ വന്നിട്ടുള്ളത്. അപ്പോ ഇതില് ജോയിൻ ചെയ്ത അന്ന് മുതലേ വളരെ പോസിറ്റീവ് ആയിട്ടുള്ള, നമ്മളെ പുഷ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഹെൽപ്പിംഗ് മെന്റാലിറ്റി ഉള്ള മെന്റേഴ്സിനെയാണ് കിട്ടിയിട്ടുള്ളത്. അപ്പൊ അത് തീർച്ചയായിട്ടും ഇത് മുഴുവനാക്കാൻ സാധിക്കുമെന്ന് വിശ്വസിക്കുന്നു. എന്തായാലും വിവിധ മേഖലകളിൽ വിവിധ ഏജിലുള്ള ആളുകളെ കാണാനും പരിചയപ്പെടാനും ഇനി വരും ദിവസങ്ങളിൽ അവരൊക്കെ ഇടപഴകാനും സാധിക്കുന്നത് വളരെ സന്തോഷം. താങ്ക് യു. താങ്ക് യു വിനോദ്. വേറെ ആരാണ് ഫീഡ്ബാക്ക് പറയാൻ വേണ്ടിയിട്ട് മുന്നോട്ട് വരുന്നത്? ആർക്കെങ്കിലും ഫീഡ്ബാക്ക് ഷെയർ ചെയ്യാനുണ്ടോ? പറഞ്ഞോട്ടെ. പറഞ്ഞോളൂ. അല്ലെ, ഇപ്പൊ കുറച്ച് മടി പിടിച്ചിരിക്കുന്ന എല്ലാ ആൾക്കാർക്കും നല്ല എക്സസൈസ് ഒക്കെ ആയി. അപ്പൊ ഫസ്റ്റ് ടൈം ആണ് ഇപ്പോ ഇങ്ങനത്തെ ഒരു ഗെയിമൊക്കെ കാണുന്നതും ഒരു ഓൺലൈൻ ക്ലാസ്സിൽ ഇങ്ങനെ ഒരു സെക്ഷൻ വെക്കുന്നൊക്കെ തന്നെ. ലൈക്ക് ഇത് കണ്ടപ്പോ തന്നെ കുറച്ച് ഇൻസ്പയർഡ് ആയി, കുറച്ച് നല്ല ഹാപ്പി ആയി. നമ്മുടെ മൈൻഡൊക്കെ ഒരു ഫ്രീ ആയിട്ടുള്ള ഒരു ഫീൽ ആയിരുന്നു. ഇപ്പൊ ഇത്രയും ഏജ് ഉള്ള ആൾക്കാരെന്ന് പറഞ്ഞു, ഇപ്പൊ ഈ ഒരു ഗെയിം വെച്ചപ്പോ തന്നെ ഒരു മടി ഇല്ലാണ്ട് എല്ലാ ആൾക്കാരും പോയി ഓടി സാധനങ്ങൾ കണ്ടെത്തുന്നു. അത്രയും ഒരു ചെറിയൊരു കുട്ടിയായിട്ട് നിങ്ങളിപ്പോ എന്താണ് അങ്ങനെ ആക്കാനായിട്ട് മൈൻഡൊക്കെ ഫ്രീ ആക്കിയിട്ട് നിങ്ങൾ 2 മാം ആണെങ്കിലും കൂടി ട്രൈ ചെയ്തു. താങ്ക് യു. നല്ല ഇഷ്ടമായി. തീരെ എക്സ്പെക്ട് ചെയ്തില്ല ഇങ്ങനെ ഒരു ഗെയിം നിങ്ങൾ വെക്കുമെന്നും. അപ്പം കുറച്ച് ഇൻസ്പയർഡ് ആയി. താങ്ക് യു. അടിപൊളിയായിരുന്നു. താങ്ക് യു. ഇതൊന്ന് സജ്ജനയ്ക്ക് എന്തോ പറയാനുണ്ടെന്ന് തോന്നുന്നു. സജ്ജന പോയോ? കുഴപ്പമില്ല. ശ്രീലക്ഷ്മിക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? മാം, പരിചയപ്പെടാനുള്ളത് ഇവിടെ കുറച്ച് നോയ്സ് ഇഷ്യൂസ് ഉണ്ടായ കാരണമാണ് ഓഡിയോ ഓണാക്കാൻ പറ്റാതിരുന്നത്. കുഴപ്പമില്ല. പരിചയപ്പെടുത്തേ ഞാൻ ആദ്യം. എന്റെ പേര് ഞാനിവിടെ എറണാകുളം വൈപ്പിനിന്നാണ്. ഞാൻ വർക്ക് ചെയ്തിരുന്നതാണ്, ഒരു പ്രീ പ്രൈമറി ടീച്ചറായിട്ട് വർക്ക് ചെയ്തിരുന്നതാണ്. പക്ഷെ ഇപ്പൊ ഡിഗ്രി എടുക്കണമെന്ന് ഞാൻ വിചാരിച്ചത്, നമ്മുടെ കേരളത്തിൽ പ്രീ പ്രൈമറി ടീച്ചേഴ്സിന് ഒരു വിലയില്ലാത്ത നാട് നമ്മുടെ കേരളമാണല്ലോ. ഒരു വിലയില്ലാത്തൊരു ഇത് തന്നെയാണ്. അപ്പൊ എന്റെ ഇപ്പോഴത്തെ എയിം എന്ന് പറഞ്ഞാൽ എനിക്ക് ഹയർ സെക്കൻഡറി ടീച്ചർ ആവണം എന്നുള്ളതാണ്. സൈക്കോളജി ചൂസ് ചെയ്യാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇപ്പോഴത്തെ കുട്ടികളുടെ ഓരോ മാനസികമായ പ്രശ്നങ്ങൾ അറിയാമല്ലോ. പലതരത്തിലും കേരളത്തിൽ എസ്പെഷ്യലി ഒരു +2 വരെയുള്ള കുട്ടികളുടെ, ആൺകുട്ടികളായാലും പെൺകുട്ടികളായാലും, അപ്പൊ അവരെയൊക്കെ ജസ്റ്റ് ഒന്ന് കൗൺസിൽ ചെയ്യാൻ എന്നെ കൊണ്ട് പറ്റുന്ന വിധത്തിൽ ഞാൻ ചെയ്യും. അതാണ് എന്റെ ഒരു എയിം എന്ന് പറയുന്നത്. അതിനുവേണ്ടിയിട്ടാണ് ഞാൻ സൈക്കോളജി ചൂസ് ചെയ്തത്. അത്രയൊക്കെ ഉള്ളൂ മാം. പിന്നെ ഇപ്പോ ഭയങ്കര ഹാപ്പി, ഇത്തിരി പോസിറ്റീവായി. എനിക്കിപ്പോ പോസിറ്റീവായിട്ടിരിക്കാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഒരാളാണ്. മറ്റുള്ളവരും പോസിറ്റീവ് ആക്കാന്നുള്ളൊരു
ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. എല്ലാവരും ഇതുപോലെ ആക്റ്റീവായിട്ട് ചെയ്യണ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി. ഞാൻ മാത്രമല്ല, എല്ലാവരും ഇത് വേണ്ടി ചെയ്തല്ലോ. അപ്പൊ അത് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം. താങ്ക് ഇത്രേ യു ഉള്ളൂ. താങ്ക് യു ശ്രീലക്ഷ്മി. ഹലോ, ഒരാളും കൂടി ലാസ്റ്റ്, നമുക്ക് സമയമില്ല, അതുകൊണ്ട് ആരാണ്? ഞാൻ ഷാഹിദ. യെസ് യെസ് യെസ്, പറയൂ പറയൂ. ഞാൻ ഷാഹിദ, ഇവിടെ ഖത്തറിലാണ്. ഞാന് ഈ ഗെയിമിന്റെ ആ സമയത്ത് തന്നെ ഞാൻ ഓൺലൈനിൽ വന്നിരുന്നു. പക്ഷെ എനിക്ക് ഗെയിമിൽ പങ്കെടുക്കാൻ പറ്റിയില്ല. കാരണം ഞാൻ ജോലി കഴിഞ്ഞ എത്തിയ ഉടനെയാണ് ഇത് ഓൺലൈനിൽ കയറിയത്. ഞാൻ ഇവിടെ ഡെന്റൽ ടെക്നീഷ്യൻ ആയിട്ട് വർക്ക് ചെയ്യുന്നു. കോഴിക്കോടാണ് വീട്, കോഴിക്കോട് വടകര. പിന്നെ ഞാൻ ഈ ഡെന്റൽ ടെക്നീഷ്യൻ ആയിട്ട് വർക്ക് ചെയ്യുന്ന സമയത്തും ഇങ്ങനെ ഒരു ഡിഗ്രി ചൂസ് ചെയ്തത് ഞാൻ നല്ലൊരു ലിസണറാണ്. അതാണ് എൻ്റെ ഏറ്റവും വലിയ ക്വാളിറ്റിയും എൻ്റെ ഏറ്റവും വലിയ ഡ്രോബാക്സും. കാരണം എന്ന് വെച്ചാൽ ഒരാൾ ഞാൻ നല്ലോണം കേൾക്കും, അയാളെ എല്ലാ ഫീലിങ്സും ഞാൻ എൻ്റെ മനസ്സിലേക്ക് ഇടും. അതാണ് എനിക്ക് എന്നെ കുറിച്ച് പറയാനുള്ളൂ. താങ്ക് യു. താങ്ക് യു. അപ്പോ യെസ്, നമുക്ക് എങ്ങനെയാണെങ്കിൽ വൈൻഡപ്പ് ചെയ്യാം. എല്ലാവർക്കും സെഷൻ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഒന്ന് ചാറ്റ് ബോക്സിൽ നിങ്ങളുടെ ഫീഡ്ബാക്ക് ഇടാമോ? ലാസ്റ്റ് ആയിട്ട് എങ്ങനെയുണ്ടായിരുന്നു സെഷൻ? ചാറ്റ് ബോക്സിൽ മെസ്സേജ് ഒക്കെ ആയിട്ട് ഒന്ന് ആൾക്കാർക്ക് പറയാൻ പറ്റാത്ത ആൾക്കാരെ അതിലൊന്ന് ഫില്ല് ചെയ്യാം. ഓക്കെ, മാം ഒരു ഡൗട്ട് ചോദിച്ചിട്ടെ. യെസ് യെസ്, പിന്നെ ചോദിച്ചോളൂ. അല്ല, ഇപ്പോ ഈ സെഷനില് ലേൺ വൈസിനെ പറ്റിയും ഇഗ്നുവിനെ പറ്റിയും കംപ്ലീറ്റ് ആയിട്ട് പറഞ്ഞു തരുമെന്ന് ഇല്ല ഇല്ല, ഈ എനിക്ക് സെഷനിലല്ല, തോന്നുന്നു നമുക്ക് ഇനി മെസ്സേജ് വരാൻ ഉണ്ടായിരുന്നല്ലോ. പോകുന്ന സെഷനിലാണ് കേട്ടോ. പിന്നെ വരാൻ പോകുന്ന സെഷനിലാണ് ഓക്കെ മെന്റേഴ്സ് അറിയിക്കും ഏത് സെഷനാണ് അതൊക്കെ എന്നുള്ളത് കേട്ടോ. ഓക്കെ ഓക്കെ ഇത് ഫൈൻ. ഇൻട്രൊഡക്ഷൻ സെഷൻ ആണ്, നമ്മുടെ ഡേ 1 അല്ലേ. ഇനി 9 സെഷൻസ് ബാക്കിയുണ്ട്. അപ്പൊ നമ്മൾ ഓരോ ദിവസം, അതായത് നമ്മുടെ ഇഗ്നുവിനെ പറ്റിയിട്ടും ലേൺ വൈസിനെ പറ്റിയിട്ടും ഒക്കെ ഡീറ്റെയിൽ ആയിട്ടുള്ള സെഷൻസ് ആയിരിക്കും ഇനി അങ്ങോട്ട് ഉണ്ടാവുക. ഇത് ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ ആയിട്ട് കണ്ടാൽ മതി കേട്ടോ. ഫൈൻ ഫൈൻ ഫൈൻ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങളുടെ മെന്റേഴ്സുമായിട്ട് കോൺടാക്ട് ചെയ്യാം കേട്ടോ. നമുക്ക് സമയം കഴിഞ്ഞു. അപ്പം ഗുഡ് നൈറ്റ്, ബൈ. യെസ് യെസ് യെസ്, ആക്ഷൻ ടാസ്ക് അതിന് മുമ്പ് കൊടുക്കാം. അക്ഷര മാം ആക്ഷൻ ടാസ്ക് ഷെയർ ചെയ്യും കേട്ടോ. ആക്ഷൻ ടാസ്ക് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഹോംവർക്ക് ആണ് ഇന്നത്തേക്ക് ചെയ്യാനായിട്ട്. അതായത് നിങ്ങളുടെ മെന്റേഴ്സ് നിങ്ങൾക്ക് അയച്ചു തരും ഈ ഒരു PDF. അത് നിങ്ങൾ ഫില്ല് ചെയ്തിട്ട് നിങ്ങളുടെ മെന്റേഴ്സിന് അയച്ചു കൊടുക്കുക. ജസ്റ്റ് ടൈപ്പ് ചെയ്തിട്ട് അയച്ചു കൊടുത്താൽ മതി നിങ്ങൾ മെന്റേഴ്സിന്. കുറച്ചുകൂടി മെന്റേഴ്സിന് നിങ്ങൾക്ക് നിങ്ങൾ അറിയാനും, എന്താണ് നിങ്ങളുടെ എയിം, നിങ്ങൾ എന്താണ് ചെയ്യുന്നത്, അതൊക്കെ ഒന്നും കൂടി അറിയാനും ഒരു കണക്ഷൻ ബിൽഡ് ചെയ്യാനും വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ ആക്ഷൻ ടാസ്ക് മറക്കാതെ അയച്ചു കൊടുക്കുക കേട്ടോ. അക്ഷര ഒന്ന് ഷെയർ ചെയ്യാമോ? സോ ഇതാണ് നിങ്ങൾ ഇന്ന് ചെയ്യേണ്ട ടാസ്ക്. ഇൻസ്ട്രക്ഷൻസ് എന്താന്ന് വെച്ചാൽ നിങ്ങളുടെ പേര്, എഡ്യൂക്കേഷണൽ ബാക്ക്ഗ്രൗണ്ട്, അതായത് നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ ഏതുവരെ പഠിച്ചു, നിങ്ങളുടെ സ്ഥലം, നിങ്ങളുടെ സ്ട്രെങ്ത്സ്, നിങ്ങളുടെ ഹോബീസ്, നിങ്ങളുടെ ജോലി എന്താണ്, ജോലി ഉണ്ടെങ്കിൽ ജോലി എന്താണ്, ഹൗസ് വൈഫ് ആണെങ്കിൽ ഹൗസ് വൈഫിനെ എഴുതിയാൽ മതി, കുഴപ്പമൊന്നുമില്ല. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഇത് PDF നിങ്ങൾക്ക് അയച്ചിരും നിങ്ങളുടെ മെന്റർ. അതനുസരിച്ച് നിങ്ങളിപ്പോ ഇവിടെ കാണുന്ന എക്സാമ്പിൾ പോലെ ജസ്റ്റ് ഒന്ന് എഴുതുക. ഇത് എന്തിനാന്ന് വെച്ചാൽ നിങ്ങൾക്ക് മെന്റേഴ്സിന് കൂടുതൽ നിങ്ങൾ ഒന്ന് അറിയാനും, നിങ്ങളുമായിട്ട് ഒരു കണക്ഷൻ ബിൽഡ് ചെയ്യാനും, നിങ്ങൾ അതിനനുസരിച്ച് ഗൈഡ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യും. ഓക്കെ, സോ ഇത് ചെയ്യുക. ഇത് നെക്സ്റ്റ് സെഷന് മുമ്പ് തന്നെ നിങ്ങൾ മെന്റേഴ്സിന് കൊടുക്കുന്നുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തുക. ഓക്കെ, അങ്ങനെ ഇനി വരുന്ന എല്ലാ സെഷനിലും മിസ്സാവാതെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. പ്രത്യേകിച്ച് ഇനി വരുന്ന അടുത്ത 2 സെഷൻ നമുക്ക് ഇഗ്നു എന്താണെന്നുള്ളതും നമുക്ക് ഈ പറഞ്ഞ പോലെ സിലബസ് ഡീകോഡിങ് ചെയ്യുന്ന സെഷനാണ്. അതായത് BA സൈക്കോളജിയുടെ സിലബസ് കംപ്ലീറ്റ് ആയിട്ട് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറഞ്ഞിരുന്ന ഒരു സെഷൻ ഉണ്ട് ഇനി വരുന്നത്. സോ അത് മിസ് ചെയ്യാതെ നിങ്ങൾ ശ്രദ്ധിക്കുക. ഇൻ കേസ് മിസ് ആയാലും കുഴപ്പമൊന്നുമില്ല, നമ്മൾ യൂട്യൂബ് ലിങ്ക് അയച്ചു തരുന്നതായിരിക്കും. ഓക്കെ, സോ ഇനി നെക്സ്റ്റ് സെഷനിൽ കാണാം. സോ ബൈ, ഗുഡ് നൈറ്റ്, സി യു, ബൈ. ഗുഡ് നൈറ്റ്. താങ്ക് യു. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ബൈ മാം. നമ്മള് മെന്റേഴ്സ് അറിയിക്കും. അതുപോലെ ആക്ഷൻ ടാസ്ക് എന്തായാലും ചെയ്തിട്ട് മെന്റേഴ്സിന് കൊടുക്കണം. നമ്മൾ ഇതിന്റെയൊക്കെ ഫൈനൽ ആയിട്ട് നിങ്ങൾ ഓരോ സെഷനിൽ ഇന്ററാക്ട് ചെയ്യുന്ന അതിന് അനുസരിച്ചിട്ടും ആക്ഷൻ ടാസ്ക് മെന്റേഴ്സിന് കൊടുക്കുന്നതിനനുസരിച്ചിട്ടും ആയിട്ട് അവര് സ്കോർ ഒക്കെ ചെയ്യുന്നുണ്ടാവും. അപ്പൊ ഒരു ബെസ്റ്റ് പെർഫോമറെ ഒക്കെ നമ്മൾ സെലക്ട് ചെയ്യും കേട്ടോ അതിൽ നിന്ന്. അപ്പൊ അത് മറക്കാണ്ട് കൊടുക്കുക കേട്ടോ.